യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോ ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് കരിയർ പ്ലാനിങ് ആണ്. കരിയറുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണ് സാധ്യതകളാണുള്ളത്. അങ്ങനെ കരിയർ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം, നമുക്ക് സ്വന്തമായി നമുക്ക് ജീവിക്കാനുള്ളൊരു മാർഗം. അത് ചുമ്മാ ഒരു പൈസ ഉണ്ടാക്കൽ പരിപാടി മാത്രമല്ല, കുറച്ച് ഹൗ ടു ഏൺ സംതിങ് അത് മാത്രമല്ല, അങ്ങനെ കുറച്ച് കാശുണ്ടാക്കാം എന്നുള്ളതല്ല. അതിന് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഒരുപാട് ഐഡിയാസ് ഉണ്ട്. നമ്മളെ ഈ കരിയർ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം the remuneration we get, the social status, then job satisfaction. After all, we want to have a self-realization. ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് അവസാനം ഒരു സെൽഫ് റിയലൈസേഷൻ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ റെമ്യൂണറേഷൻ നമ്മളെ സ്വാധീനിക്കും. നമുക്ക് കരിയർ കൊണ്ട് നമുക്ക് നല്ല റെമ്യൂണറേഷൻ കിട്ടും. സോഷ്യൽ സ്റ്റാറ്റസ്, കരിയർ ബ്രിങ് സോഷ്യൽ സ്റ്റാറ്റസ്. നിങ്ങളിപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കുറച്ചാലൊക്കെ കഴിയുമ്പോൾ കുറച്ചാലും കൂടിയൊക്കെ പറയും നമ്മൾ SHE പഠിച്ചതാണ്, നല്ല കോളേജ് പഠിച്ചതാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ 2-3 വർഷം കൂടി കഴിയുമ്പോൾ നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങളുടെ പ്ലേസ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് പൊസിഷനിൽ ഇരിക്കുന്നോ, ഏത് സ്ഥാനത്തിരിക്കണോ അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ ഈ കരിയർ നമുക്ക് സോഷ്യൽ സ്റ്റാറ്റസ് തരും. പിന്നെ നമ്മൾ സംതൃപ്തിയുള്ള ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് ഭയങ്കരമായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അത് തന്നെ നമുക്ക് ആനന്ദം തരുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ നമുക്കൊരു കരിയർ ഉണ്ടെങ്കിൽ വി ക്യാൻ ഇൻഫ്ലുവൻസ് അതേഴ്സ്. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കാം. നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കലല്ല ഈ ഒരു കരിയർ കൊണ്ട് സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധിക്കും. അത് നമുക്ക് ഒരുപാട് ആത്മസംതൃപ്തി തരും. അപ്പോ കരിയർ ബ്രിങ്സ് ഓൾ, എല്ലാം തരുന്നൊരു സാധനമാണ് കരിയർ. നമുക്ക് ജീവിക്കാനുള്ള പൈസ, സോഷ്യൽ സ്റ്റാറ്റസ്, ദെൻ സംതൃപ്തി, മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു അവസരം. ഇതെല്ലാം നമുക്ക് കൈവരുന്ന ഒരൊറ്റ വഴിയാണ് നമ്മുടെ ബെസ്റ്റ് കരിയർ എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞ കാര്യം അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ഇല്ല. നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു ലേറ്റസ്റ്റ് ജോബിന്റെ കണക്ക് ഇന്ത്യയിലെ വന്നത് 140 കോടി ജനങ്ങളില് വെറും 8 കോടി ജനങ്ങളാണ് റെഗുലറായി സാലറി ഇൻകം വാങ്ങിക്കുന്ന ആളുകളെന്ന്. മന്ത്ലി സാലറി വാങ്ങുന്ന ജോലിയുള്ള ആളുകൾ ഇന്ത്യയിൽ 8 crore ആണുള്ളത്. 8 lakhs അല്ല, 8 crore എന്ന് പറഞ്ഞ 5% ആളുകൾക്ക്, 100 ആളിൽ 5 ആളുകൾക്കാണ് ഇതുള്ളതെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന് മാത്രമേ ഈ ബെസ്റ്റ് കരിയർ ക്യാച്ച് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ പറ്റുന്നുള്ളൂ എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. So who can become part of that 5% of the society? I can tell you that those who have good personality, that personality matches with the occupational environment. നമുക്ക് ഈ ഒക്യുപ്പേഷണൽ എൻവയൺമെന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കില്ലുള്ള പേഴ്സണാലിറ്റി ഉള്ള ആളുകളാവുന്നവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ ഏറ്റവും നല്ല കോളേജ് പഠിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടോ ഏറ്റവും നല്ല മാർക്ക് മേടിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടോ യു നെവർ ഗെറ്റ് or you will not be able to be the part of that 5% of the total population of India. ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ 5% വരാൻ പറ്റില്ല. അപ്പൊ അതിന് പറ്റണമെങ്കിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നല്ല പേഴ്സണാലിറ്റി വേണം. ആ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ
സൗന്ദര്യമല്ല പേഴ്സണാലിറ്റി എന്ന് പറയാം. നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അത്യാവശ്യം കോസ്മെറ്റിക് ഒക്കെ ഇട്ട് പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിച്ച് പുറത്തിറങ്ങിയാൽ പേഴ്സണാലിറ്റി ആവത്തില്ല. അത് ഇയേഴ്സ് കൊണ്ട് നിങ്ങൾ ബിൽഡ് ചെയ്ത നിങ്ങളുടെ ഇന്റേണൽ പേഴ്സണാലിറ്റിയാണ്. നമ്മൾ പുറത്ത് കാണുന്ന സൗന്ദര്യമല്ല, നിങ്ങളുടെ ഇന്റേണൽ പേഴ്സണാലിറ്റി, ദാറ്റ് മാറ്റേഴ്സ്. അത് പെട്ടെന്ന് ഒരാൾക്ക് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു മാസം കൊണ്ട് പറ്റില്ല, ഒരു വർഷം കൊണ്ട് പറ്റില്ല. ഇറ്റ് ടേക്സ് ഇയേഴ്സ്. യുവർ പ്രസന്റ് പേഴ്സണാലിറ്റി takes its form after taking 17 or 18 or 20 years. നിങ്ങളുടെ ഇപ്പോഴത്തെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10-20 വർഷം കൊണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായ അത്ര വർഷം കൊണ്ട് രൂപപ്പെട്ടതാണ്. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റീമോൾഡ് ഇറ്റ്. അതിനെ പെട്ടെന്ന് കയറി തിരുത്താനും അത്ര എളുപ്പമല്ല. അപ്പോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നല്ല ജോബ് കിട്ടാനുള്ള പേഴ്സണാലിറ്റി ഇല്ലെങ്കിൽ ആ ജോബ് കിട്ടാനുള്ള സാധ്യത, അതിനകത്തേക്കുള്ള നിങ്ങളുടെ ഹഡിൽസ് വളരെ കൂടുതലായിരിക്കും. അപ്പോ എങ്ങനെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാം ഒരു നല്ല പേഴ്സണാലിറ്റി? ആ പേഴ്സണാലിറ്റി നന്നായിട്ട് ഷെയ്പ്പ് ചെയ്യണമെങ്കിൽ only through good practices, നല്ല ശീലങ്ങൾ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അപ്പോ അതിലേറ്റവും പ്രധാനപ്പെട്ടത്, യു മസ്റ്റ് ഡെവലപ്പ് 2 types ഓഫ് ലേണിംഗ് പ്രാക്ടീസ്. വൺ ആക്റ്റീവ് ലേണിംഗ്, ദി അതർ വൺ പാസീവ് ലേണിംഗ്. ആക്റ്റീവ് ലേണിംഗിൽ നിങ്ങളൊക്കെ വളരെ നല്ല കുട്ടികളാണെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾക്ക് ചാലക്കുടി SH കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ അക്കാഡമിക് റെഗുലർ ആക്റ്റീവ് ലേണിംഗ് നന്നായിട്ട് ചെയ്തവർക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവിടെ വന്നാലും യു ഹാവ് ദ സെയിം അറ്റ്മോസ്ഫിയർ, ഗുഡ് ടീച്ചേഴ്സ്, ഗുഡ് അറ്റ്മോസ്ഫിയർ, എവറിത്തിങ് യു ഗെറ്റ് അപ് ടു ദ സ്റ്റാൻഡേർഡ്. സോ യുവർ ആക്റ്റീവ് ലേണിംഗ് ബിക്കം or good. But when it comes to the passive learning, നിങ്ങൾ തനിയെ മറ്റു മാർഗങ്ങളിലൂടെയുള്ള പഠനം, അത് നിങ്ങൾക്ക് എത്രയുണ്ടെന്ന് നിങ്ങൾ നോക്കുക. Then the other point is good reading habits. അക്കാഡമിക് ബുക്സ് വായിക്കണേനെ അല്ല ഞാൻ ഗുഡ് റീഡിങ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ്. നിങ്ങൾ എത്ര പേര് അക്കാഡമിക് ബുക്സ് അല്ലാതെ എന്തെങ്കിലും വായിക്കുന്നവരുണ്ടോന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് തന്നെ ചോദിക്കുക. അതിനുള്ള ആൻസർ എൻ്റെ അടുത്തില്ല. അക്കാഡമിക് ലേണിംഗ് അല്ലാതെ റെഗുലർ ആയിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്നവര്, നല്ല നല്ല ബുക്സ് വായിക്കുന്നവര്, ഭാഷ വർദ്ധിപ്പിക്കുന്നവര്, ടെക്നോളജി ഇംപ്രൂവ് ചെയ്യുന്നവര്, അത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. യുവർ ടീച്ചേഴ്സ് ക്യാൻ ഹെൽപ്പ്. നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ അവർ നന്നായിട്ട് പറയും നിങ്ങളെ പറ്റി. പക്ഷെ അവർ നിങ്ങളുടെ മുഖത്ത് നോക്കി എപ്പോഴും ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. ടീച്ചേഴ്സ് നോ യു വെൽ. നിങ്ങളെ വളരെ നന്നായിട്ട് ടീച്ചേഴ്സിനെ അറിയാം. അപ്പോ റീഡിങ്, നിങ്ങൾക്ക് റീഡിങ് ബ്രിങ്സ് ഗുഡ് ഐഡിയാസ്. ജീവിതത്തിൽ വളരാനുള്ള ഐഡിയാസ് ഒക്കെ കൊണ്ടുതരുന്നത് വായനയാണ്. അപ്പോ തന്നെയുമല്ല, വി ആർ ലിവിങ് ഇൻ എ ഗ്ലോബൽ വില്ലേജ്. We have to move from Chalakudi to Ernakulam to Delhi to New York to London to like അങ്ങനെ പോകണം. നിങ്ങൾ അങ്ങനെ ജോബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോക്കലി അവൈലബിൾ അല്ല. ഇപ്പോൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ജോബൊക്കെ ടെക്നോളജി എടുത്തുകൊണ്ട് പോയി. അപ്പോൾ നല്ല ജോബ് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂവ് ചെയ്യണം. നിങ്ങൾ ഈ ചാലക്കുടിയിൽ നിന്ന് എവിടേക്കെങ്കിലും ഒന്ന് മൂവ് ചെയ്താൽ നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ഒന്നും നിങ്ങളെ സഹായിക്കാൻ ആരും ഒരു മാർക്കും നിങ്ങളെ സഹായിക്കാൻ വരില്ല. ഓൺലി ദ ലാംഗ്വേജ് സ്കിൽ, പെർട്ടിക്കുലർലി ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ. ഇംഗ്ലീഷ് ഭാഷയുടെ ഉള്ള സ്കില്ല് മാത്രമേ നിങ്ങളെ എവിടെയെങ്കിലും പോയാൽ നിങ്ങളെ സഹായിക്കുള്ളൂ. അപ്പോ ഇനിയുള്ള കാലം ജീവിതത്തിൽ വിജയിക്കാൻ പണ്ടത്തേക്കാളേറെ, കാരണം now the jobs
lakhs of jobs are being taken away by technology. ന്യൂ ടെക്നോളജി ജോബ് എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ നമ്പർ ഓഫ് ഗുഡ് ജോബ്സ് ഓർ ഈവൻ ജോബ്സ് ഓഫ് ടെക്നീഷ്യൻസ് ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. അതിങ്ങനെ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവിടേക്ക് എത്താൻ അപ്പോൾ നിങ്ങൾക്ക് നല്ല വായന വേണം, നല്ല ഭയങ്കര ഭാഷാ സ്കില്ല് വേണം, ടെക്നിക്കലി അപ്ഗ്രേഡഡ് ആയിരിക്കണം നിങ്ങൾ. എങ്കിൽ മാത്രമേ പുതിയ ജോബിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തറിയാമോ അതെല്ലാം ഇംഗ്ലീഷിൽ പറയാനും ടെക്നോളജിയുടെ സഹായത്തോടെ ചെയ്യാനും നിങ്ങൾക്ക് അറിയണം. ടേക്ക് ദ കേസ് ഓഫ് കൊമേഴ്സ് സ്റ്റുഡൻസ്. കൺവെൻഷണൽ കൊമേഴ്സ് ജോബ്സ് ഒന്നും ഇല്ല ഇപ്പോൾ. ബികോം കഴിഞ്ഞാൽ പണ്ട് അക്കൗണ്ടന്റ് അങ്ങനെയുള്ള ജോബ്, ബാങ്കിൽ ഇന്റർവ്യൂവിന് പോയ കൊമേഴ്സ് സ്റ്റുഡൻസ് ഗെറ്റ് പ്രിഫറൻസ്, ഇതെല്ലാം പോയി ഇപ്പോ. കാരണം ബാങ്ക് ജോബ്, അക്കൗണ്ടിങ് ജോബ്, ഈവൻ ഓഡിറ്റിംഗ് ജോബ്, എവറിത്തിങ് ഈസ് ഡൺ ബൈ കമ്പ്യൂട്ടേഴ്സ്. എല്ലാം കമ്പ്യൂട്ടറാണ് ചെയ്യുക. യു ഓൺലി ബിക്കം ആൻ എനേബിളർ. നിങ്ങളൊരു സപ്പോർട്ടീവ് പേഴ്സൺ ആണ്. അപ്പോ നിങ്ങൾക്ക് ഇതെല്ലാം ടെക്നോളജിയുടെ സഹായത്തോടെ ചെയ്യാൻ അറിയാമെങ്കിൽ ഇറ്റ്സ് ഗുഡ്. യു വിൽ ബി പ്ലേസ്ഡ്, യു വിൽ ഗെറ്റ് എ ഗുഡ് ജോബ്, വിത്തൗട്ട് വിച്ച് യു വിൽ നോട്ട് ബി കൺസിഡേർഡ് ഫോർ എനി ജോബ് ഓണർ. ഈ ഭൂമിയിൽ ഒരു ജോലിക്കും നിങ്ങളെ കൺസിഡർ ചെയ്യും. ഈവൻ ദ ജോബ്സ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആർ ഓൾസോ ബീങ് ഡൺ ബൈ കമ്പ്യൂട്ടേഴ്സ്. അവരിലുള്ള എക്കണോമിക് നോളജ്, അവരിലുള്ള ഇമോഷണൽ ഇന്റലിജൻസ്, സ്കിൽസ്, അതാണ്. ദെൻ ദ ലീഗൽ പവേഴ്സ്. കൺവെൻഷണൽ ജോബ്സ് ഒക്കെ അവരിൽ നിന്നും കുറഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. മേക്ക് എ ഗുഡ് സോട്ട് അനാലിസിസ് ഓൾവേസ്. നിങ്ങൾ എപ്പോഴും ഒരു സോട്ട് അനാലിസിസ് ചെയ്യുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ജോബ് പ്രധാനപ്പെട്ടതാണെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ദെൻ എവിടെ ജോബ് ഇരിക്കുന്നു, ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഗുഡ് ജോബ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് പോവുകയാണ്. ഇറ്റ്സ് നോട്ട് ലോക്കലി അവൈലബിൾ. എങ്ങും ഇവിടെ ഇരിപ്പില്ല. ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയണതെല്ലാം ടെക്നോളജി എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നിങ്ങൾ അതൊക്കെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും അതിൻ്റെ ഹഡിൽസ്, ത്രെഡ്, പ്രോബ്ലംസ് ഒക്കെ ഓവർകം ചെയ്യുകയൊക്കെ ചെയ്യണം നിങ്ങൾ. പിന്നെ പൊളിറ്റിക്കൽ, സോഷ്യോ, പിന്നെ നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവണം. നമുക്ക് ഭൂമിയിൽ ഒരു ജീവിതം ഉള്ളൂ. അത് എൻജോയ് ചെയ്യാനുള്ളൊരു വിസ്ഡം നമുക്ക് വേണം. ആ ലൈഫ് എൻജോയ് ചെയ്യാനുള്ളൊരു വിസ്ഡം നമുക്കുണ്ടാവണം. ഹാവ് ദ വിസ്ഡം ടു എൻജോയ് ദ ജേർണി ഓഫ് ലൈഫ് ആൻഡ് സേവർ ദ പ്രോസസ്. അതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കണം. ദെൻ നിങ്ങൾ നിങ്ങളുടെ ഓരോ ദിവസവും ഏറ്റവും നന്നായി ബിഗിൻ ചെയ്യുക. അപ്പോ നിങ്ങൾ എപ്പോഴാണ് ഉണരുക എന്നൊക്കെ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് നോക്കുക. ഇപ്പോ രാവിലെ എപ്പോഴാണ് ഉണരുക, എത്ര സമയം നിങ്ങൾ ആക്റ്റീവ് ആവുന്നു, അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ അതിന് ഉത്തരം പറയാനുള്ളൂ. വേറെ ആർക്കും അത് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ബുദ്ധിയുടെ വൈഭവം കൊണ്ടൊന്നും അല്ല നമ്മൾ ആരും വിജയിക്കുക. ഒള്ളി യുവർ 99% നമ്മുടെ പെർസ്പിറേഷനാണ്. നമ്മുടെ ഹാർഡ് വർക്ക് ഈസ് എസെൻഷ്യൽ ടു എ ലൈഫ് ഓഫ് റിയൽ സക്സസ്. യഥാർത്ഥ ജീവിത വിജയത്തിന് ഹാർഡ് വർക്ക് ഇല്ലാതെ ഒന്നും നമുക്ക് സാധ്യമല്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഉണരുക. Become a member of 5 AM club. Be able to prioritize your activities and such a way that you must be able to eliminate the unimportant things and always try to avoid the emergencies by doing important things regularly. നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻറ്റ് തിങ്സ് റെഗുലർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ you need not have to face the emergencies in life. All emergencies were some important things before that. Emergency ആകുന്നതിന് മുമ്പേ ഇവരൊക്കെ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ആയിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. ടേക്ക് ദ കേസ് ഓഫ് യുവർ ആക്റ്റീവ് ലേണിംഗ്. പരീക്ഷയ്ക്കുള്ള പഠിത്തം നേരത്തെ പഠിക്കുകയാണെങ്കിൽ
ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് പഠിക്കുകയാണെങ്കിൽ പരീക്ഷ വരുമ്പോൾ അതൊരു എമർജൻസി ആയി മാറത്തില്ല. അതുപോലെ എന്ത് കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കണം. ഞാൻ പിന്നെ പറയാലോ, വായനയുടെ കാര്യമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി മാസ്റ്റർ യുവർ ടൈം. നിങ്ങളുടെ സമയം നിങ്ങൾ മാസ്റ്റർ ചെയ്യാൻ പഠിക്കുക. നിങ്ങൾ നിങ്ങളുടെ സമയം മാനേജ് ചെയ്യുന്നില്ലെങ്കിൽ ഹു വിൽ മാനേജ് യുവർ വാല്യുബിൾ ടൈം? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സമയം, നിങ്ങളുടെ പറമ്പ് നിങ്ങൾ നോക്കുന്നില്ലെങ്കിൽ മറ്റൊരാളെ വെച്ച് നോക്കാം. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അവര് അത് മാനേജ് ചെയ്ത് യു വിൽ ഗെറ്റ് ഇൻട്രസ്റ്റ്. അപ്പോ പണം നമുക്ക് സമ്പത്താണ്. അത് നമുക്ക് പണം കൊണ്ടൊന്നും ചെയ്യാൻ അറിഞ്ഞുകൊണ്ടെങ്കിൽ ബാങ്കിൽ കൊടുത്താൽ അവർ മാനേജ് ചെയ്യും. ഭൂമി നമുക്ക് സമ്പത്താണ്. അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മറ്റൊരാളെ വെച്ച് നമുക്ക് മാനേജ് ചെയ്യാം. ബട്ട് വെൻ കംസ് ടു ടൈം, അത് നിങ്ങൾക്ക് തന്നെ മാത്രമേ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മറ്റുള്ളവരെ മാനേജ് ചെയ്യാൻ ഏൽപ്പിക്കാൻ പറ്റില്ല. ഏൽപ്പിച്ചാൽ അവരതൊരു എന്താ പറയാ, നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ അതൊരു പരുവാക്കി തരും, ഒരു ഷേപ്പാക്കി തരും നമുക്ക്. മേക്ക് പ്രയോറിറ്റീസ് ആസ് എമർജൻസീസ് ഇമ്പോർട്ടൻ്റ് ആൻഡ് അൺഇമ്പോർട്ടൻ്റ് വൺ. അവോയ്ഡ് ഓൾ ദി അൺഇമ്പോർട്ടൻ്റ് തിങ്. അവോയ്ഡ് ഓൾ ദി എമർജൻസീസ് ബൈ ഡൂയിങ് the same when it was an important one. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ചെയ്ത് എമർജൻസീസ് നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ എപ്പോഴും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ചോദിച്ച് മനസ്സിലാക്കുക. ജോബിനെ പറ്റിയും കരിയറിനെ പറ്റിയും ഉണ്ടാകുന്ന സാധ്യതകളെ പറ്റിയിട്ടൊക്കെ. ഓൾവേസ് കീപ് ആസ്കിങ്. എപ്പോഴും നിങ്ങൾ ചോദിക്കുന്നവരായിട്ട്, സംശയങ്ങളും കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്നവരായിട്ട് മാറുക. തീർച്ചയായിട്ടും നമുക്ക് കരിയറിൽ വലിയ മീനിങ് കണ്ടെത്താൻ പറ്റും. നമുക്ക് പിന്നെ അതുപോലെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ വെറുതെ ജോലി കിട്ടും, സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്ന് മാത്രമല്ല. നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ യു ഹാവ് ദ പ്രിവിലേജ് ടു ഷേപ്പ് യങ് മൈൻഡ്സ്. ഒരു ടീച്ചറുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു അവസരം എന്താണ്? ചെറിയ പ്രായത്തിലുള്ള ആളുകളെ പുതിയ ആളുകളാക്കി ഷെയ്പ്പ് ചെയ്യാൻ അവർക്ക് കിട്ടുന്ന ഒരു അവസരം. നിങ്ങളൊരു ഫൈനാൻഷ്യൽ അഡ്വൈസർ ആണെങ്കിലോ, യുവർ സർവീസ് ഹെൽപ്പ് പീപ്പിൾ റിട്ടയർ ഏർലി. അവർക്ക് നേരത്തെ വിശ്രമ ജീവിതം തുടങ്ങാൻ പറ്റും. ബിൽഡ് ദ ഹൗസ് ദേ ഹാവ് ഓൾവേസ് വാണ്ടഡ് ആൻഡ് ഫുൾഫിൽ ദ ഡ്രീംസ്. അതിനൊക്കെ നിങ്ങളുടെ സഹായം കിട്ടും. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും. അതാണ് കരിയർ എന്ന് പറയാ. അല്ലാതെ നമ്മൾ കുറെ കാശും കുറെ സാറ്റിസ്ഫാക്ഷനും പൈസയും കിട്ടുന്ന മാത്രമല്ല, മറ്റുള്ളവരെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള അവസരം. ദെൻ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു കരിയർ പ്ലാനിങ്ങിലൂടെ ഉണ്ടാകും. ആരോ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ആരോ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. പ്ലീസ് മ്യൂട്ട് ഇറ്റ്. ദെൻ സർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദെൻ അപ്പോ ഇങ്ങനെ നമ്മുടെ ഒരു കരിയർ ഷേപ്പ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കോളേജ് നിങ്ങൾക്ക് ഒരുക്കുക. കാലടി സംസ്കൃത സർവകലാശാലയിലെ ഗൈഡൻസ് ബ്യൂറോയ്ക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് റെക്സാറൊക്കെ നിങ്ങളുടെ കോളേജിലെ കരിയർ ആയി ബന്ധപ്പെട്ട ഫാക്കൽറ്റിയെ കോണ്ടാക്ട് ചെയ്ത് ഇതൊക്കെ ചെയ്യാന്നുള്ളത് ഈ റെക്സാറിൻ്റെയും അതുപോലെ യൂണിവേഴ്സിറ്റിയുടെയും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗം കൂടിയാണ്. അത് അവർക്ക് ഒരുപാട് സംതൃപ്തി നൽകുന്ന ഒന്നുകൂടിയാണ്. നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ, അതിന് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ. അപ്പോൾ ഇത്തരം കിട്ടുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ യു മസ്റ്റ് ബി ഏബിൾ ടു യൂട്ടിലൈസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കരിയർ പ്ലാൻ ചെയ്യേണ്ടത്. അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിനു വേണ്ട ആർജവമൊക്കെ നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നമുക്ക് എന്തൊക്കെ പഠിക്കാം എന്നൊക്കെ നോക്കാം നമുക്ക്. അപ്പോൾ ഒരു സെക്കൻഡ്. ഹലോ
ഓക്കെ ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. അപ്പോ ഇനി നമുക്ക് എന്തൊക്കെ പ്രോഗ്രാംസ് നമുക്ക് പഠിക്കാൻ പറ്റും, എന്തൊക്കെ സാധ്യതകളുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ പറഞ്ഞ പോലെ ഡ്രീം ചെയ്യുമ്പോൾ ഇനിയും ഒരുപാട് ഈ ഹയർ എഡ്യൂക്കേഷനും ഒരുപാട് സാധ്യതകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കും. അപ്പോൾ എവിടെയാണ് ഇനി നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നല്ല നല്ല കോഴ്സുകൾ പഠിക്കാനുള്ള സാധ്യത? അത് കഴിഞ്ഞിട്ട് ജോബ് എവിടെ ഇരിക്കുന്നു, എവിടെയാണ് നല്ല ജോബ് ഉള്ളതെന്നൊക്കെ പറയാം. അപ്പോ ഈ പറയണതെല്ലാം കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും എക്കണോമിക്സുകാർക്കും ഇംഗ്ലീഷുകാർക്കും ഹിസ്റ്ററിക്കാർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ഡ്രീം അനുസരിച്ച് ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കണം, എം എ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിച്ചവർക്ക് മാത്രമല്ല എം എ ഇംഗ്ലീഷിനൊക്കെ പോകാൻ പറ്റിയ, ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചവർക്കൊക്കെ പോവാം. അതിനകത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ദ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ്, ലക്നൗ ആൻഡ് ഷില്ലോങ്. അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു ഇഫ്ലുവിന്റെ ഒരു എൻട്രൻസ് പരീക്ഷ എഴുതണം. അടുത്തത്, നിങ്ങൾക്ക് എക്കണോമിക്സിലും പൊളിറ്റിക്കൽ സയൻസിലും എക്കണോമിക് ഡെവലപ്മെന്റിലും ഡെവലപ്മെന്റ് സ്റ്റഡീസിലും ഒക്കെ പഠിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്. അവിടെ അവരുടെ എൻട്രൻസ് പരീക്ഷയുണ്ട്. പിന്നെ നമുക്ക് JNU പഠിക്കാം, അവിടെ എൻട്രൻസ് എഴുതണം. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് കേരളത്തിൽ കാസർഗോഡ് മുതൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ഡൽഹി സെൻട്രൽ യൂണിവേഴ്സിറ്റി, അങ്ങനെ തുടങ്ങി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, ചില സംസ്ഥാനങ്ങളിൽ ഒന്നിലധികവും സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. അവിടെയെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അതിന് പൊതുവെ QCET, സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതണം. എൻട്രൻസ് ഇല്ലാതെ ഇനി നിങ്ങൾക്ക് നല്ല നിലയിൽ പഠിക്കാൻ പറ്റിയ ഒരു സ്ഥാപനവും ഈ ലോകത്തില്ല. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. പൊതുവെ എല്ലാവരും ഒരു ധാരണ സയൻസുകാർക്കുള്ള സാധനമാണ് എൻട്രൻസ് എന്നാ. ഞാനിനി ഒരു കാര്യം പറയാം, കേരളത്തിലൊഴിച്ച് വേറെ ഒരു സ്ഥലത്തും BA BSc BComന് പോലും എൻട്രൻസ് ഇല്ലാതെ അഡ്മിഷൻ ഇല്ല. അപ്പോ പിന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എല്ലാത്തരം പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി, ക്രിമിനോളജി, അങ്ങനെ മുതൽ എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഇതൊക്കെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിൽ പഠിപ്പിക്കും. അതൊരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അത് അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ TISNET എന്ന പരീക്ഷ എഴുതണം. പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അത് ഞാൻ പറഞ്ഞു, അവരുടെ എൻട്രൻസ് പരീക്ഷ എഴുതണം. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്, IIFT എന്ന് പറഞ്ഞാൽ കൊമേഴ്സുകാരും അതുപോലെ എക്കണോമിക്സുകാരും ഒക്കെ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്ന ഇന്റർനാഷണൽ ട്രേഡുകളിലും ഒക്കെ അവരുടെ പ്രോഗ്രാം ചെയ്യുന്ന ഇന്ത്യയിലെ 2 ഇൻസ്റ്റിറ്റ്യൂട്ടേ ഉള്ളൂ, IIFT ഡൽഹി ആൻഡ് IIFT കൊൽക്കത്ത. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പോവാം. അവിടെ വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. IIFT ഡൽഹിയിൽ എനിക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇറ്റ്സ് എ വണ്ടർഫുൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ അവർക്ക് അവരുടേതായ എൻട്രൻസ് ഉണ്ട്. പിന്നെ CAT എൻട്രൻസും അവിടെ വർക്ക് ചെയ്യും. ഇനി സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് തിരുവനന്തപുരം, അവിടെ നിങ്ങൾക്ക് ഡെവലപ്മെന്റ് സ്റ്റഡീസ് പഠിക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ഞാൻ പറഞ്ഞു. പിന്നെ B.Ed പോവാം, അത് ഞാൻ പറയേണ്ട, അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഞാൻ പറഞ്ഞിങ്ങനെ ഒരുപാട് നേരം കളയേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് MSc ഇക്കണോമിക്സ്, MSc ഫിനാൻസ്, MSc അഗ്രോ ഇക്കണോമിക്സ്, ഇതൊക്കെ ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിക്കാം. പിന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഹലോ സർ. ഹലോ. MA ഇക്കണോമിക്സും MSc ഇക്കണോമിക്സും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ?
പ്രാക്ടിക്കലി ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ MSc ഇക്കണോമിക്സില് കുറെ കൂടിയും ഡാറ്റ അനാലിസിസും ഡാറ്റ സയൻസും ഒക്കെ കൂടുതലും ഉണ്ടാവും. മനസ്സിലായോ? Okay, sir. Thank you. Yes. അതുകൊണ്ടാണ് ആ പ്രോഗ്രാമിന് കൂടുതൽ ആക്സെപ്റ്റൻസ് ഉള്ളത്. ഇപ്പോ ഇവിടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സംശയം ചോദിച്ചയാള് നല്ല സംശയമാണ്. Thank you, അപ്പൊ sir. ചോദിച്ചപ്പോ തന്നെ കണ്ടപ്പോ തന്നെ ചോദിച്ചത് വളരെ നല്ല കാര്യം. അപ്പോ നിങ്ങളുടെ ആ ക്യൂരിയോസിറ്റി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോ അങ്ങനെ ആർക്കും എന്ത് സംശയം എപ്പോഴെങ്കിലും ചോദിക്കാൻ കേട്ടോ. ഞാൻ ഈ അവസാനം ഒരു ചോദ്യോത്തരവേള തരും. അപ്പോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചോദിക്കാം. എല്ലാവരും അതിന് തയ്യാറായിട്ടിരിക്കുക. ഞാൻ ഒരു 10-20 മിനിറ്റ് നിങ്ങൾക്ക് ചോദ്യോത്തരവേള അനുവദിക്കും. ഇങ്ങനെ പറയുന്നതിനേക്കാളും ഇഫക്റ്റീവ് ആയിട്ടുള്ളത് Q&A സെഷനാണ്. അതാണ് നമ്മുടെ പ്രോഗ്രാം ഏറ്റവും നന്നാക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ഏറ്റവും സംതൃപ്തി നൽകുന്നതും അത് തന്നെയാണ്. കാരണം ഞാനിങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ സംശയമൊന്നും ചോദിക്കുന്നില്ല, ഒന്നും മനസ്സിലാക്കുന്നില്ല എന്ന് ഉള്ളത് ഈ പ്രോഗ്രാമിനെ സ്ട്രെങ്തൻ ചെയ്യില്ല. അപ്പോ അടുത്തത് പിന്നെ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് മുംബൈ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ലോകത്ത് ഏറ്റവും അത്യധിക സാധ്യതയുള്ള ഒരു മേഖലയാണ് നിയമ പഠനം. അത് ഇംഗ്ലീഷും നല്ല ഇംഗ്ലീഷ് ഭാഷ അറിയണം. അത് മാത്രമാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നെ നിയമം പഠിക്കാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ്. അപ്പോ നമ്മൾ പഴയ കാലത്തെ പോലെയൊന്നും അല്ല ഇന്നത്തെ ഈ നിയമ പഠനത്തിന്റെ സാധ്യതകൾ. അത് നമ്മുടെ പുതിയ തലമുറ അത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിലാക്കലനുസരിച്ച് ഉൾക്കൊണ്ടിട്ടില്ല. അവർ കൺവെൻഷനലായിട്ട് കാണുന്ന കുറെ കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇന്നൊരു ലോ ഗ്രാജുവേറ്റ് ആയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ആധാരെഴുത്ത് മുതൽ ലോവർ കോടതിയിലെ പ്രാക്ടീസ് മുതൽ ജില്ലാ കോടതികൾ, ഹൈക്കോടതികൾ, സുപ്രീം കോടതികൾ, ഇനി മുതലുള്ളത് കേട്ടോളണം ഇന്റർനാഷണൽ കോടതികൾ, ദെൻ ഇന്റർനാഷണൽ എഗ്രിമെന്റുകളുടെ എക്സ്പേർട്ടുകൾ, അന്തർദേശീയ നിയമങ്ങളുടെ അത് വ്യാഖ്യാനിക്കാനുള്ള കഴിവുള്ള ആളുകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേറ്റ്സിന് അഡ്വൈസ് കൊടുക്കാനുള്ള കഴിവുള്ള ആളുകൾ, ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊന്നും ഇല്ലാത്ത അത്രയും. നമ്മൾ ഒരു ലിവിങ് ഇൻ എ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുമ്പോൾ ബിസിനസ് ഒക്കെ ഗ്ലോബലാണ്. അപ്പോ അന്തർദേശീയ നിയമങ്ങൾ ആവശ്യമാണ്, അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ആളുകൾ ആവശ്യമാണ്. ഇന്ന് നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള പെട്ടിക്കടയിൽ പോയി നോക്കിയാലും അവിടെ ഒരു ഇന്റർനാഷണൽ പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടാവും, ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സാധനം അവിടെ വിൽക്കുന്നുണ്ടാവും. എന്തും അങ്ങനെയാണ് ഇന്ന്. അപ്പോ ആ ലീഗൽ പ്രൊഫഷണൽസിന് മൾട്ടിനാഷണൽ ഷേപ്പ് കൈവന്നു അവർക്ക്. പിന്നെ നമ്മുടെ UN പോലെയുള്ള UN, IMF, വേൾഡ് ബാങ്ക് ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ സ്ഥാപനങ്ങളിലൊക്കെ നിയമവിദഗ്ധർക്ക് അതിഭയങ്കര സാധ്യതയുള്ള ജോലികൾ കിട്ടും. അപ്പോ ഇത് അവർക്ക് മാത്രമുള്ള ഒരു അവസരമാണ്. അപ്പൊ പ്രാക്ടീസ് ചെയ്യണ സൈഡ് പ്ലസ് അഡ്വൈസറി സൈഡ് പ്ലസ് ഇനി അതിന്റെ പ്രൊഫഷണൽ കരിയർ സൈഡ്. നിങ്ങൾക്ക് മുൻസിഫ് ആവാം, മജിസ്ട്രേറ്റ് ആവാം, ലോവർ കോടതിയിൽ, ചാലക്കുടിയിലുള്ള കോടതികളിൽ അവിടെ നിന്ന് തുടങ്ങിയ ഡിസ്ട്രിക്ട് കോർട്ടിലെ ജഡ്ജസ് ആവാം. അവരുടെയൊക്കെ സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾ ഒരു ദിവസം ഒരു കോടതിയിൽ ഒന്ന് പോയി നോക്കണം. നിങ്ങൾ ഒരു ജഡ്ജ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ സ്റ്റാറ്റസ് എന്താണ്, അത് അവർക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് എന്താണ്. അപ്പോ ഒരു ജില്ലാ ജഡ്ജി ആയാൽ, ഒരു ഹൈക്കോടതി ജഡ്ജി ആയാൽ, ഒരു സുപ്രീം കോടതി ജഡ്ജി ആയാൽ, അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആയാൽ, അന്തർദേശീയ കോടതികളിലെ ജഡ്ജി ആയാൽ, നിങ്ങളൊന്ന് സ്വപ്നം കണ്ടു നോക്കിയേ ഇതിന്റെയൊക്കെ സാധ്യതകൾ. എത്ര ഭയങ്കര സാധ്യതകളാണ് ഇതിനകത്തുള്ളത്. പിന്നെ അതിൽ തന്നെ ടീച്ചിങ്, റിസർച്ച്, അങ്ങനെ ഒത്തിരി സാധ്യതകൾ. അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഒട്ടനേകം. അപ്പോൾ
നിങ്ങൾക്ക് ഇനി 3 ഇയർ പ്രോഗ്രാമുകൾ മതി. 5 ഇയർ പ്രോഗ്രാമിലൊന്നും പോകേണ്ട കാര്യമില്ല. നിങ്ങൾ 3 ഇയർ പ്രോഗ്രാമിലുള്ള എൻട്രൻസുകൾ എഴുതി ഈ വഴിക്ക് നിങ്ങൾക്ക് ഒരുപാട് വളരാം. അപ്പോൾ അവിടെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളുണ്ട്, ഗവൺമെന്റ് ലോ കോളേജസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളുണ്ട്. അപ്പോൾ അത്തരം മേഖലകളിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് പോകാവുന്ന MBA പ്രോഗ്രാം. MBA ഇസ് എ വണ്ടർഫുൾ പ്രോഗ്രാം. പക്ഷെ ഇന്ന് നാട്ടിൽ മുഴുവൻ MBA-കാരാ. സോ ദി അട്രാക്ഷൻ ഓഫ് MBA become is getting reduced only because of the number of people who go for MBA program. അത് ഒത്തിരി പേര് അതിന് പോകുന്നുണ്ട്, കാലിബർ ഇല്ലാത്തവരൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ MBA പ്രോഗ്രാമിന്റെ അട്രാക്ഷൻ കൊണ്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വന്നു. പക്ഷെ നിങ്ങൾ നല്ല സ്ഥാപനത്തിൽ MBA പ്രോഗ്രാം ചെയ്താൽ വർത്തുവൽ പ്രോഗ്രാം, ഹൈലി റിവാർഡിങ്, ഒത്തിരി സാധ്യതകളുണ്ട്. IIM, അതുപോലെ തന്നെ IITs, എല്ലാ IIT-കളിലും MBA പഠിപ്പിക്കുന്നു. എല്ലാ IIM-ലുണ്ട്, IITs-ലുണ്ട്, എല്ലാ NITs-ലുണ്ട്, എല്ലാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുണ്ട്. പ്ലസ് നിങ്ങൾക്ക് അറിഞ്ഞു തുടങ്ങി പറയാം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, അവിടെ മാനേജ്മെന്റ് എന്ന് പറയുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് എക്കണോമിക്സുകാർക്കും ഹിസ്റ്ററിക്കാർക്കും കൊമേഴ്സുകാർക്കും എൻട്രൻസ് എഴുതി പോയി പഠിക്കാവുന്ന പ്രോഗ്രാമാണ്. MBA എന്നല്ല, മാനേജ്മെന്റ്. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ ലീഡിങ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും MBA പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ MBA പഠിച്ചാൽ ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ്. ബട്ട് റിമെമ്പർ ദാറ്റ് എൻട്രൻസ്, അത് ഇന്നിപ്പോ ഗേറ്റ് എഴുതാം, നിങ്ങൾക്കും ഗേറ്റ് എഴുതാം. ഗേറ്റ് ഒക്കെ എഞ്ചിനീയേഴ്സിന് മാത്രമായിരുന്നു, അതൊക്കെ മാറ്റി നിങ്ങൾക്കും എഴുതാവുന്നാക്കി. കാറ്റ് എഴുതാം, CMAT എഴുതാം, മാറ്റ് എഴുതാം, KMAT എഴുതാം. ഇങ്ങനെയുള്ള എൻട്രൻസ് പരീക്ഷകളിലൂടെയാണ് നമുക്ക് ഇത്തരം സാധ്യതകൾ മുഴുവൻ നമുക്ക് വന്ന് കിട്ടുന്നത്. മാനേജ്മെന്റ് പഠനം. പിന്നെ വിദേശത്ത് പോകാം. ഡിഗ്രി കഴിഞ്ഞ് ഒരുപാട് പേര് ഫോറിൻ എഡ്യൂക്കേഷന് പോകുന്നവരുണ്ട്. അത് വിദേശ കാര്യങ്ങളൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ചോദ്യോത്തര വേളയിൽ ചോദിച്ചാൽ നമുക്കത് കൂടുതൽ ഇലാബറേറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ്, അവിടെ നമുക്ക് MBA അങ്ങനെയുള്ള പ്രോഗ്രാം, ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ്, അവിടെയൊക്കെ ആ പ്രോഗ്രാമിന് ചേരാം. പിന്നെ ഒരു കാലത്ത് വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു ലൈബ്രറി സയൻസ്. പഠിക്കുന്നവർക്കൊക്കെ ജോലി. പക്ഷെ ഇപ്പോ ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഈ ലൈബ്രറി സയൻസ് വന്നതുകൊണ്ട് അത്ര എളുപ്പം ജോലി സാധ്യതയില്ല. ബട്ട് അത് കിട്ടുകയാണെങ്കിൽ ലൈബ്രറിയന്മാരായിട്ട് അതിനകത്ത് റിസർച്ച് ചെയ്തും വിദേശത്തും നാട്ടിലും ഒക്കെ UGC, ഇന്ത്യയിലാണെങ്കിൽ UGC സാലറി മേടിക്കുന്ന ആളുകളാണ് ലൈബ്രറിയന്മാര്. അപ്പോൾ അത്തരം പ്രോഗ്രാമിനൊക്കെ നിങ്ങൾക്ക് പോകാം. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പോകാവുന്ന സാധനമാണ് CA. അത് പ്രത്യേകിച്ച് എക്കണോമിക്സുകാർക്കും കൊമേഴ്സുകാർക്കും. ബാക്കി ഇംഗ്ലീഷുകാർക്കും ഇവർക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പോവാം, നോ പ്രോബ്ലം. അതിന് ബേസിക് സ്കില്ലൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ഈ വേണമെന്ന് വിചാരിച്ചാൽ 2 മാസം കൊണ്ട് ബേസിക് നോളജ് ഒക്കെ ഉണ്ടാക്കാം. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, മനസ്സ് വെച്ചാൽ മതി. അപ്പോ നേരത്തെ പറഞ്ഞു CA, CMA, കമ്പനി സെക്രട്ടറീസ്. പിന്നെ ഇവിടെ കാണിക്കാത്തൊരു സാധനമാണ് ആക്ച്വറിയൽ സയൻസ്. അപ്പോ ഈ പ്രൊഫഷണൽ പ്രോഗ്രാമാണ് CA, CMA, then ACCA, then കമ്പനി സെക്രട്ടറീസ്, ആക്ച്വറിയൽ സയൻസ്, ഇൻഷുറൻസ് മാനേജ്മെന്റ്. കൊമേഴ്സുകാരൊക്കെ ഇൻഷുറൻസ് എന്ന് കേട്ടിട്ടുണ്ടാവും, ഇൻഷുറൻസ് മാനേജ്മെന്റ് എന്നൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും.
അതിന്റെ ടെക്നിക്കൽ വേർഡാണ് ആക്ച്വറിയൽ സയൻസ്. നമുക്കറിയാം ഇന്ന് ലോകത്തെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യണ ഒരു മേഖലയാണ് ആക്ച്വറിയൽ സയൻസ്. കാരണം ഇന്ന് ഒരാള് ജനിക്കുമ്പോൾ മുതൽ ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുക. ഒരു സൈക്കിള് മേടിച്ചാൽ വരെ ഇപ്പൊ ഇന്ന് ഇൻഷുറൻസ് എടുക്കുകയാണ്, തെഫ്റ്റ് ഇൻഷുറൻസ്, കളവ് പോയാലോ എന്ന് വിചാരിച്ചു. ബാക്കിയുള്ള വണ്ടികൾക്കൊക്കെ ജനറൽ ഇൻഷുറൻസ് വേണം വഴിയിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ. പ്ലസ് വലിയ വലിയ കാര്യങ്ങൾ, ഇപ്പൊ വീടിനാണെങ്കിൽ ഫയർ ഇൻഷുറൻസ്, നാച്ചുറൽ കലാമിറ്റിക്കെതിരെയുള്ള ഇൻഷുറൻസ്, അങ്ങനെ മുതൽ തുടങ്ങി നമ്മളിപ്പോ ISR ഒരു റോക്കറ്റ് ഉണ്ടാക്കിയ അത് ലോഞ്ച് ചെയ്യണതിന് മുമ്പ് ആദ്യം അത് ഇൻഷുർ ചെയ്യാണ് ചെയ്യുക. അപ്പോ ആ തരം ഇൻഷുറൻസ് എങ്ങനെ ഇൻഷുർ ചെയ്യണം, എത്ര തുകയ്ക്ക് ഇൻഷുർ ചെയ്യണം, അതിൻ്റെ സാധ്യതകൾ എന്താണ്, ഇതൊക്കെ പഠിച്ച് ഇൻഷുറൻസ് പോളിസികൾ ഡിസൈൻ ചെയ്യുന്ന ആളുകളെയാണ് ആക്ച്വറിയൻ എന്ന് പറയുക. അപ്പോ അതില് ഫൗണ്ടേഷൻ കോഴ്സ് പഠിച്ചവർക്ക് വരെ ഇൻഷുറൻസ് സ്ഥാപനങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിട്ട് ടെസ്റ്റ് ഇല്ലാതെ പോലും എടുക്കും. ഇപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഓഫ് ഇന്ത്യയുടെ സ്റ്റുഡന്റ് മെമ്പർഷിപ്പ് ഉള്ള കുട്ടികൾക്ക് നമ്മുടെ LICയിലും ജനറൽ ഇൻഷുറൻസ് കമ്പനികളിലും ഒക്കെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിൽ വിത്തൗട്ട് റിക്രൂട്ട്മെന്റ് ടെസ്റ്റ് വെറുതെ സിമ്പിൾ ഇന്റർവ്യൂവിന്റെ പുറകിൽ എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ പ്രോഗ്രാമിന്റെ അതിന്റെ ആവശ്യകത എത്രയാണെന്ന്. കാരണം വളരെ ഏറ്റവും കുറവാണ് ഇന്ന് ആൾക്കാരുള്ളത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാം, നിങ്ങൾക്ക് പോകാവുന്നതാണ്. പിന്നെ അതിന്റെ പൊതുവെ പറഞ്ഞ അതിനൊക്കെ 4 വർഷം എടുക്കും ഏകദേശം പ്രോഗ്രാം തീരാൻ, ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം. പിന്നെ ഗ്രാജുവേഷനൊക്കെ കഴിയുന്നവർക്കാണെങ്കിൽ ഡയറക്റ്റ് ആർട്ടിക്കിൾഷിപ്പിലൂടെ പോവാം. അപ്പോഴും ഒരു 4 വർഷം 3.5 വർഷം ഒക്കെ എടുക്കും. 3.5-4 വർഷം വേഗത്തിൽ പാസ്സാവുന്ന ഈ നിങ്ങൾക്കും ഈ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനും ഇപ്പോഴും ചെയ്യാം. അപ്പോ അതിനൊരു ഫൗണ്ടേഷൻ പ്രോഗ്രാം, ദെൻ ഇന്റർമീഡിയറ്റ്, ദെൻ ഫൈനൽ along വിത്ത് ഇന്റേൺഷിപ്പ്. എല്ലാ പ്രോഗ്രാമിനും ഫൈനലിന്റെ പാർട്ടായിട്ട് 2 വർഷത്തെ 3 വർഷത്തെ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കണം. അതുകൊണ്ടാണ് ആ ജോലിക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. കാരണം they practice what they learn. അവർ പഠിക്കുന്നത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. Therefore, this program has immense attraction or immense demand in the job market. കാരണം അവർക്ക് ജോലി അറിയാമോ എന്ന് ചോദിക്കണ്ട, അവർക്ക് ജോലി അറിയാം. അവർ പഠിക്കുന്നൊപ്പം പഠിച്ച കാര്യം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് സാധ്യമായ മനോഹരമായ പ്രോഗ്രാംസ് പഠിച്ച് പോകാനുള്ളത്. ഇനി നമുക്ക് ജോബ് ചാൻസസ് എന്താന്ന് ചോദിച്ചാൽ, ഒരു ഗ്രാജുവേഷൻ കഴിയുന്ന ഒരാൾക്ക് ടീച്ചിങ് റിസർച്ച് ഒഴിച്ച് ബാക്കി ഈ ഭൂമിയിലുള്ള എല്ലാ ജോലികൾക്കും ഒരു ഗ്രാജുവേഷൻ മോർ ദാൻ ഇനഫാണ്, ആവശ്യത്തിലേറെയാണ്. അപ്പോ ബീയിങ് എ ഗ്രാജുവേറ്റ് മീൻസ് യു ആർ ക്വാളിഫൈഡ് ടു ഗെറ്റ് എ ഗുഡ് ജോബ് ഓൺ എർത്ത്. ഈ ഭൂമിയിൽ എവിടെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ക്ലർക്ക് മുതൽ ബാങ്ക് ക്ലർക്ക് മുതൽ ബാങ്ക് ഓഫീസർമാർ മുതൽ ഗവൺമെന്റ് അണ്ടർടേക്കിങ്ങുകളിൽ മുതൽ റെയിൽവേ, ഇൻഷുറൻസ്, അങ്ങനെ പബ്ലിക് സെക്ടർ കമ്പനീസ് മുതൽ ഇൻകം ടാക്സ് ഓഫീസേഴ്സ്, കസ്റ്റംസ് ഓഫീസേഴ്സ്, പ്രിവെന്റീവ് ഓഫീസേഴ്സ്, പാസ്പോർട്ട് ഓഫീസേഴ്സ്, ഓഫീസേഴ്സ് ഇൻ ദി എംബസീസ് ഓഫ് ഇന്ത്യ എബ്രോഡ്,
അങ്ങനെ തുടങ്ങി അവസാനിച്ചില്ല. നിങ്ങൾ ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ബിക്കം ഇന്റർനാഷണൽ സിവിൽ സർവൻസ്. ഇന്ത്യയിലെ സിവിൽ സർവീസ് പരീക്ഷ പോലെ തന്നെ ഇന്റർനാഷണൽ സിവിൽ സർവീസ് പരീക്ഷയുണ്ട്, വിച്ച് ഈസ് കണ്ടക്ടഡ് ബൈ യുണൈറ്റഡ് നേഷൻ. അവര് YPP പ്രോഗ്രാം എന്ന് പറഞ്ഞ യുണൈറ്റഡ് നാഷൻസിലെ യങ് പ്രൊഫഷണൽ പ്രോഗ്രാമിന് സെലക്ട് ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് ഇന്റർനാഷണൽ സിവിൽ സർവീസ്. അതിൽ സെലക്ട് ചെയ്യുന്ന ആളുകളെ അവരുടെ ഇന്റർവ്യൂ ഒക്കെ അവർക്ക് വലിയ റിട്ടേൺ പരീക്ഷകളൊന്നും ഇല്ല. അതിന് ഹ്യൂമാനിറ്റീസ്, എക്കണോമിക്സ്, കൊമേഴ്സുകാർക്കൊക്കെയാണ്, ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് കിട്ടുക. സയൻസുകാർക്കല്ല ഈ ഇത്തരം പ്രോഗ്രാമുകൾക്കൊക്കെ. IMF-ല്, വേൾഡ് ബാങ്കില്, UN-ല് അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഒരു ടെലഫോണിക് ഇന്റർവ്യൂ. നിങ്ങളോട് നിങ്ങളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചോദിക്കും, 10 മിനിറ്റ്. അത് നിങ്ങൾ സക്സസ്ഫുൾ ആയാൽ നിങ്ങൾക്കൊരു സബ്ജക്റ്റ് ഇന്റർവ്യൂ ഓൺലൈൻ, നിങ്ങൾ പഠിച്ച വിഷയങ്ങളെ പറ്റി ചോദിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഠിച്ചതിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാൻ പറയും. അത് നിങ്ങൾ നന്നായിട്ടൊക്കെ പ്രസന്റ് ചെയ്താൽ അത് കഴിഞ്ഞാൽ പിന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ. അത് കഴിഞ്ഞാൽ യു വിൽ ബി കോൾഡ് ഫോർ എ ഡയറക്റ്റ് ഇന്റർവ്യൂ which will be held in the headquarters of United Nations or headquarters of IMF or World Bank or like that. നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കും. All the expenses will be borne by the respective organization. നിങ്ങൾ 5 പൈസ ചെലവാക്കണ്ട. അവിടെ ചെന്ന് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞാൽ UN-ന്റെ ഒക്കെ ആണെങ്കിൽ 2 ആഴ്ച ഇന്റർവ്യൂ കഴിഞ്ഞ് അവരവരുടെ സ്ഥാപനങ്ങളും ഓർഗനൈസേഷനും ഒക്കെ കൊണ്ട് കാണിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വന്നാൽ, നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടാൽ നിങ്ങളെ 3 വർഷത്തെ ട്രെയിനി ആയിട്ട് ആദ്യം വെക്കും, പ്രൊബേഷണറായിട്ട്. അവർ ലോകത്തുള്ള 200-ലധികം രാജ്യങ്ങളിൽ വിവിധ ഉത്തരവാദിത്തങ്ങളുമായിട്ട് നിങ്ങളെ അയക്കും. അങ്ങനെ നിങ്ങൾ അവിടെ അതിനകത്തൊക്കെ വർക്ക് ചെയ്ത നിങ്ങൾ പ്രശസ്തരായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും, അല്ലെങ്കിൽ UN-ലാണെങ്കിൽ വൺ ഡേ യു ബിക്കം അണ്ടർ സെക്രട്ടറി ജനറൽ ഓഫ് UN-ന്റെ അണ്ടർ സെക്രട്ടറി ജനറൽ വരെ ആവാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട്. ഇനി ഇന്ത്യയിലാണെങ്കിൽ സിവിൽ സർവീസിൽ വന്ന ചീഫ് സെക്രട്ടറി, ക്യാബിനറ്റ് സെക്രട്ടറി വരെ ആവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഫോറിൻ സെക്രട്ടറി വരെ ആവാൻ, അങ്ങനെ മുതലായിട്ടുള്ള ഇന്ത്യയുടെ ഭരണം നിയന്ത്രിക്കുന്ന ആളുകളായി മാറാൻ, വിവിധ മേഖലകളിലെ പ്രഗത്ഭരായ പ്രൊഫഷണൽസ് ആവാൻ. അതിൽ അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങളെ ഗവൺമെന്റ് സ്പോൺസേർഡ് ആയിട്ട് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വിട്ട് പഠിക്കാൻ, ഗവൺമെന്റ് ചെലവിൽ പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ. അങ്ങനെ അതിബൃഹത്തായ ഇത്രമാത്രം തൊഴിൽ സാധ്യതകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ ബാങ്ക് ടെസ്റ്റ്, അത് എല്ലാത്തിനും ടെസ്റ്റ് ഉണ്ട്. ആ രീതിയിലൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള സാധ്യതകൾ. ഇതൊക്കെ നിങ്ങൾ നേടിപ്പിടിക്കണം, അതിന് നിങ്ങൾ പ്രാപ്തരാകണം. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, ഈ ജോലികളെ പറ്റി എവിടെ വെച്ച് അറിയാം നിങ്ങൾ? നമ്മുടെ SH കോളേജിൽ പഠിക്കുന്ന കുട്ടികളിൽ എത്ര പേരുണ്ട് ഈ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ലൈബ്രറി പോയി, അല്ലെങ്കിൽ ഇപ്പൊ 2 വർഷമായിട്ട് ലോക്ക്ഡൗൺ ഉണ്ട്, അതൊക്കെ എനിക്കറിയാം, കോളേജിൽ പോകുമ്പോ ലൈബ്രറി പോയി എംപ്ലോയ്മെന്റ് ന്യൂസ് എന്ന് പറഞ്ഞൊരു പബ്ലിക്കേഷൻ ഉണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പബ്ലിക്കേഷൻ. എല്ലാ ആഴ്ചയിലും അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. 1000-കണക്കിന് ഒഴിവുകളാണ് അതിനകത്ത് എല്ലാ ആഴ്ചയിലും നോട്ടിഫൈ ചെയ്യുന്നത്. ടെക്നിക്കലായിട്ടും നോൺ ടെക്നിക്കലായിട്ടും ജനറലായിട്ടും ബാങ്കായിട്ടും എന്ന് വേണ്ട എല്ലാ മേഖലയിലും. ഇത് വായിക്കുന്നവർ എത്ര പേരുണ്ട്? അപ്പോൾ അത് വായിക്കണം. അപ്പോഴേ ആ ഇത്തരം അട്രാക്റ്റീവ് ആയിട്ടുള്ള ജോബിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ സ്റ്റേറ്റിലെ വേക്കൻസികളെ പറ്റി അറിയണമെങ്കിൽ കേരള ഗവൺമെന്റ് ഗസ്റ്റ് നോക്കണം, അല്ലെങ്കിൽ PSC ബുള്ളറ്റിൻ നോക്കണം. ഇത് രണ്ടും വായിച്ചാൽ എല്ലാ തരം ജോലികളെ പറ്റിയിട്ടും, പിന്നെ ഡെയിലി ഒരു ഇംഗ്ലീഷ് പേപ്പർ വായിക്കുക. അപ്പൊ അതിനകത്ത് നമ്മുടെ ഇവിടെ ലോക്കൽ ബാങ്കുകൾ, സ്ഥാപനങ്ങളുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് അതിലൂടെ അറിയാൻ പറ്റും. അപ്പോൾ
ഇനി നമുക്ക് ഒരു ചോദ്യോത്തര വേളയാണ്, Q&A സെഷനാണ്. അവിടെ നിങ്ങളുടെ നോളജാണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുക. നിങ്ങളുടെ നോളജ് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഡൗട്ട്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രീം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്. ഡ്രീം ഉള്ളവർക്ക് ഡൗട്ട് ഇല്ലാതെ ഇരിക്കില്ല. അപ്പോൾ അത് ക്ലിയർ ചെയ്യലാണ് ഈ കരിയർ സെമിനാറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. നിങ്ങളുടെ കയ്യിലാണ്, എൻ്റെ കയ്യിലല്ല. അപ്പോൾ നിങ്ങൾ നല്ല നല്ല ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂടുതൽ സ്ക്യൂസ് ചെയ്തെടുക്കാനുള്ള ഒരു താല്പര്യം നിങ്ങൾ കാണിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് Q&A സെഷനിലേക്ക് പോകാം. ഹലോ സ്റ്റെഫി, ചോദിച്ചോ. സാറ് LLB-യുടെ കാര്യം പറഞ്ഞില്ലേ, LLB നമുക്ക് കുറെ പ്രൊഫഷണലിലേക്ക് പോവാന്ന്. അപ്പൊ ഇപ്പോ ഞാൻ ഈ അടുത്ത് ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോ ഡിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇഗ്നോയിൽ അങ്ങനത്തെ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഡിസ്റ്റന്റ് ആയിട്ട് LLB പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ അതിന് ജോലി സാധ്യതകൾ വളരെ കുറവാന്ന് പറയണം. അത് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ലോ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്, അതോ അത് പഠിച്ചിട്ട് ഈ ഇപ്പൊ നമ്മള് ഡോക്ടേഴ്സ് ആയ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്യണം, മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യണം, എങ്കിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. കേക്കണ്ടോ സ്റ്റെഫി? നേഴ്സ് ആണെങ്കിൽ നഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യണം. പിന്നെ ഡെന്റിസ്റ്റ് ആണെങ്കിൽ ഡെന്റൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യണം. അതുപോലെ പ്രൊഫഷണൽ ഫീൽഡ്, ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസിൽ അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ കിട്ടും. അതുപോലെ വക്കീലന്മാരുടെ സംഘടനയാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. സ്റ്റെഫി കേട്ടോ? ആ ബാർ കൗൺസിലിൽ രജിസ്ട്രേഷൻ കിട്ടിയാലേ കറക്റ്റ് അവർക്ക് അനുവദനീയമായ മേഖലകളിൽ ജോലി ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും ജോലി തേടാനും ഒക്കെ പറ്റുള്ളൂ. ഇപ്പൊ പിടികിട്ടിയോ? അത് ഓൺലൈൻ ആയിട്ടോ കറസ്പോണ്ടൻസ് ആയിട്ടോ പഠിക്കുന്ന പ്രോഗ്രാമുകൾക്ക് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ രജിസ്ട്രേഷൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇഗ്നു പ്രോഗ്രാമിന് രജിസ്ട്രേഷൻ കിട്ടൂല. സ്റ്റെഫിക്ക് കാര്യം മനസ്സിലായോ? പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യാൻ മാത്രല്ലേ, ഇന്റർനാഷണൽ ലെവൽ വരെ സാറ് പോവാന്ന് പറഞ്ഞില്ലേ? അവിടെ യെസ്, ഇന്റർനാഷണലിലേക്ക് നമുക്ക് ഇവിടുന്ന് ഓടി ഫ്ലൈറ്റിൽ കയറി പോകണം പറ്റില്ലല്ലോ. ഫസ്റ്റ് വി ഹാവ് ടു മേക്ക് സം പ്രാക്ടീസ്, വി മസ്റ്റ് അക്വയർ പ്രൊഫഷണൽ സ്കിൽ. എന്നാലല്ലേ നമുക്ക് ഇന്റർനാഷണൽ ഫോറത്തിലൊക്കെ പോകാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പഠിക്കണ ഇതിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? എന്തോ ഡിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇതിന് ഓഫർ ചെയ്യണം, ആ LLB കോഴ്സിന് വാല്യൂ ഉണ്ടോ? പലർക്കും സ്റ്റെഫി, പലർക്കും ഒരുപാട് പ്രൊഫഷണൽസിന്, ഈ വർക്കിംഗ് പേഴ്സണൽസിന് ഈ ബാർ കൗൺസിലിന്റെ രജിസ്ട്രേഷൻ വേണ്ട. പല മേഖലയിലും ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് ലീഗൽ നോളജ് അവരുടെ കരിയറിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? മനസ്സിലായി. അവരാണ് ഇത്തരം പ്രോഗ്രാമിന് അധികം ചേരുന്നത്. ഇപ്പൊ കാര്യം പിടികിട്ടിയ ഇപ്പൊ ആരാണ് ഇതിന് ചേരണേന്ന് ഇപ്പൊ സ്റ്റെഫിക്ക് കാര്യം മനസ്സിലായില്ലേ? ഇപ്പൊ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാള്, അവർക്ക് അല്ലെങ്കിൽ വലിയ ബിസിനസ് ഹൗസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അവർക്കൊക്കെ ഈ നിയമപരമായ കാര്യങ്ങൾ അറിയണത് അവർക്ക് നല്ല കാര്യമാണ്. പിന്നെ സ്റ്റെഫി ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ സ്റ്റെഫിക്ക് ഒരു കേസ് നടത്തണമെന്ന് വിചാരിക്കേ, സ്വന്തമായിട്ടൊരു കേസ്, സ്വന്തം സ്ഥാപനത്തിന്റെ ഒരു കേസ്, അതിന് വക്കീലിനെ വെക്കണം എന്നില്ല. സ്വന്തമായി കോടതി പോയി പ്രാക്ടീസ് ചെയ്യാം, കേസ് വാദിക്കാം. അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് സ്വന്തമായിട്ടും സ്വന്തം സ്ഥാപനത്തിനും ഒക്കെ വേണ്ടി പോവാം. അവർക്ക് ഈ ബാർ കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ആവശ്യമില്ല. അപ്പൊ പിടികിട്ടിയോ? നല്ല സംശയമാണ് സ്റ്റെഫി ചോദിച്ചത്. വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. അപ്പോ നിങ്ങള് ഈ ഗവൺമെന്റ് ലോ കോളേജുകളിൽ, നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ, യൂണിവേഴ്സിറ്റി ലോ ഡിപ്പാർട്ട്മെന്റുകളിൽ ഒക്കെ പോയി തന്നെ പഠിക്കണം. നെവർ ട്രൈ ടു ഡു എ കറസ്പോണ്ടൻസ് പ്രോഗ്രാം ആസ് ഓഫ് നൗ. ഇപ്പൊ വേണ്ട. പിടികിട്ടിയോ? പിന്നീട് നിങ്ങളൊരു വേറെ വല്ല കരിയറിലൊക്കെ എത്തിപ്പെട്ടിട്ട് നിങ്ങൾക്ക് അതൊരു അഡീഷണൽ
സ്കിൽ അക്വയർ ചെയ്യാനൊക്കെ യു ക്യാൻ ഡു ദാറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. യെസ്. അടുത്തത് ആരുമില്ല. സർ ആർക്കിയോളജി പഠിക്കാനായിട്ട് കോളേജുകള് നിങ്ങള് ആർക്കിയോളജി കൂടുതൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഉള്ളത്, മനസ്സിലായോ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകള് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ട്. നിങ്ങൾ ആ ആർക്കിയോളജി കോഴ്സിന്റെ എൻട്രൻസ് പരീക്ഷ എഴുതി അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കും. നല്ല സാധ്യതയൊക്കെയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അങ്ങനെയുള്ള വലിയ നാഷണൽ സംഘങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചേരാം, ജോലി കിട്ടും. റിസർച്ച് ടീച്ചിങ്ങിലൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. ആരാ ചോദിച്ച? ഗായത്രിയാണോ ചോദിച്ചത്? താങ്ക് യു സർ. ഓക്കെ. അടുത്ത ചോദ്യം ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ. ഹലോ സർ. ചോദിച്ചോ. സർ സോഷ്യൽ വർക്കിനുള്ള സ്കോപ്പ് ഒക്കെ എങ്ങനെയാണ്? സോഷ്യൽ വർക്ക് നമുക്ക് ഭയങ്കര സാധ്യതയുള്ള ഒരു മേഖലയാണ്. ടീച്ചിങ്, റിസർച്ച്, ദെൻ ഈ ഗവൺമെന്റ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റുകൾ, അതുപോലെ തന്നെ NGOs, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്. അങ്ങനെ ഇന്ത്യയിലും വിദേശത്തും ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖലയാണ് സോഷ്യൽ വർക്ക്. അത് ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്ഥാപനം സോഷ്യൽ വർക്ക് പഠിപ്പിക്കുന്ന സ്ഥാപനം എന്ന് വെച്ചാൽ ടിസ് ആണ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ്. അവരുടെ ടിസ്നെറ്റ് എഴുതാം. പിന്നെ ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് അവരുടെ എൻട്രൻസ് എഴുതാം. ചെന്നൈ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് അവരുടെ എൻട്രൻസ് എഴുതാം. കേരളത്തിൽ MSWന്റെ ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്ന് സംസ്കൃത സർവകലാശാലയുടെ മെയിൻ ക്യാമ്പസ് ആണ് കാലടിയിൽ. ഇറ്റ്സ് എ വണ്ടർഫുൾ ഡിപ്പാർട്ട്മെന്റ്. അവിടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓൾ കേരള എൻട്രൻസ് പരീക്ഷയുണ്ട്. അതിലൂടെ മാത്രമേ അഡ്മിഷൻ കിട്ടൂ. പിന്നെ അത് കഴിഞ്ഞാൽ രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ്, അവിടെയൊക്കെ നിങ്ങൾക്ക് വേറെ പല ഗവൺമെന്റ് കോളേജസ് ഒക്കെ ഉണ്ട്, സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, യൂണിവേഴ്സിറ്റികളിലുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ഇന്ത്യയിലും വിദേശത്തും നല്ല സാധ്യതയുള്ളൊരു മേഖലയാണ്. ഞാനത് സ്പെസിഫൈ ചെയ്ത് പറയാൻ വിട്ടുപോയൊരു മേഖലയാണ്. ഇപ്പോ അൻഷയാണോ ചോദിച്ചത്? ആരാ ചോദിച്ചേ? അപ്പോ നല്ല ഡൗട്ടാണ്. ഇറ്റ്സ് എ വണ്ടർഫുൾ കരിയർ. നിങ്ങൾക്ക് ഇങ്ങനെ കൗൺസിലേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ വെൽഫെയർ ഓഫീസേഴ്സ് ആയിട്ടും ട്രെയിനേഴ്സ് ആയിട്ടും ഒക്കെ വരാനായിട്ടുള്ള ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖലയാണ്. സർ അബ്രോഡ് മാസ്റ്റേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി, ഏത് പ്ലേസിലെ യൂണിവേഴ്സിറ്റിക്ക് ആയിരിക്കും നല്ലത്? ഏതിലാണോ? MSWയിലാണോ ചോദിച്ചത്? യെസ്. MSWയിൽ കൂടുതൽ സാധ്യതയുള്ളത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ. US നല്ല സാധ്യതയുണ്ട്. ഈ രാജ്യങ്ങളിൽ പോയിട്ട് ചെയ്തിട്ട കാര്യമുള്ളൂ. കാരണം അവിടെ അവർക്ക് അതിന് ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്, സ്ഥാപനങ്ങളുണ്ട്, ജോലി കിട്ടാനുള്ള സ്ഥാപനം. സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കമ്മ്യൂണിറ്റി തന്നെയാണത്. അപ്പോൾ ഈ 4 രാജ്യങ്ങളിലും അതിഭയങ്കര സാധ്യതകളുണ്ട്. അപ്പോ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, കാനഡ, US കുഴപ്പമില്ല. അപ്പൊ IELTS ഒക്കെ എഴുതി പാസ്സാവണം വേഗം കേട്ടോ. അവിടേക്ക് അഡ്മിഷൻ കിട്ടും. IELTS ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ, അഡ്മിഷൻ കിട്ടുള്ളൂ. ഓക്കെ. ഇനി ജർമ്മൻ പഠിച്ച് ജർമ്മനിയിൽ പോയും ചെയ്യാം. ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഫ്രീ ആണ്. ബട്ട് നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് നല്ല സ്കിൽ ഉണ്ടാവും, എങ്കിലേ പറ്റുള്ളൂ. അടുത്തത് അപ്പൊ നമ്മളൊരു ഹിസ്റ്ററി PG നിൽക്കുക. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഓഫർ ചെയ്യണ ഹിസ്റ്ററി പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇന്ത്യയുടെ ചരിത്രം ഇതൊക്കെയാണല്ലോ. അപ്പൊ ഹിസ്റ്ററി പഠിച്ചുകൊണ്ട് നമുക്ക് ഇന്ത്യക്ക് പുറത്ത് ജോലി സാധ്യതയുണ്ട്? ഇന്ത്യക്ക് ഇവിടെ ഇരുന്ന് ഹിസ്റ്ററി പഠിച്ചും കൊണ്ട് ആ ഹിസ്റ്ററിയും വെച്ച് വിദേശത്ത് സാധ്യത ഉണ്ടാവില്ല. നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് ആ രാജ്യത്ത് പോകണം, ഹിസ്റ്ററിയും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും, മനസ്സിലായോ? അതല്ലാതെ
ഇവിടെ ഇരുന്ന് ഞാൻ BA ഹിന്ദി ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്, MA ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ജോലി കിട്ടൂല. കിട്ടുവാ? ഓക്കെ. ഹലോ, കുട്ടികളെ ടൈം വേസ്റ്റ് ആക്കാണ്ട് ഞാൻ ചോദിക്കാട്ടോ. നിങ്ങളുടെ അവസരമാണ്, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. എന്റെ കയ്യിലുള്ള ഞാൻ അല്ലെങ്കിൽ ഡൗട്ട്സ് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ വേണമെങ്കിൽ ഇടാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഡൗട്ട്സ് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ സെഷനിൽ നിങ്ങൾ ആ ഡൗട്ട് നിങ്ങളുടെ മരണം വരെ നിങ്ങൾ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ സാറ് എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, നമ്മളിപ്പോ എന്ത് വിഡിത്തം ചോദിച്ചാലും അത് ആ ഒരു നിമിഷം നേരത്തേക്കേ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ ആരും ഇതൊന്നും ഓർത്തിരിക്കാൻ പോകുന്നില്ല. അതിന് വരെ സൊല്യൂഷൻ ഉണ്ടായിരിക്കും സാറിനും നിങ്ങൾക്ക് മറുപടി തരാനായിട്ട്. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്തി നിങ്ങളുടെ അധ്യാപകരും കോളേജും അതുപോലെ ഞങ്ങളും അതിനായിട്ട് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നതാണ്. അപ്പൊ അതനുസരിച്ച് നിങ്ങളിൽ നിന്നുള്ള റെസ്പോൺസ് ഞങ്ങൾ പ്രതീക്ഷിക്കും. ഹലോ സർ. ഹലോ ഹലോ സാർ, MBA കോഴ്സിന് കാനഡ അങ്ങനെ പുറത്തുള്ള കോഴ്സ് സ്ഥലങ്ങളിലൊക്കെ നല്ല കോളേജസ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാ, യൂണിവേഴ്സിറ്റീസ് ഒക്കെ? നിങ്ങള് ആദ്യം തന്നെ ഏത് രാജ്യത്ത് പോകാം എന്ന് ആദ്യം തീരുമാനിക്കുക. മനസ്സിലായോ? കേക്കണ്ടോ? കാനഡയിൽ പോകണോ? കാനഡയിൽ പോകാൻ നോക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ന്യൂ കൺട്രി, നമുക്ക് പരിചയമുള്ള രാജ്യമല്ല. അവിടെ കാലാവസ്ഥ, കൾച്ചർ, ജോബ് ചാൻസസ്, അതുപോലത്തെ എക്സ്ട്രീം വെതർ. അപ്പോ അവിടെയുള്ള ഓരോ പ്രൊവിൻസ്, നമ്മുടെ ഇവിടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഓരോ പ്രൊവിൻസ് ആണ്. അതിൽ ഏത് പ്രൊവിൻസിൽ പോകണം നമുക്ക് ഏറ്റവും നല്ലത്? ഇപ്പോ ഒണ്ടാറിയോ പോകണോ, അല്ലെങ്കിൽ വാൻകൂവർ പോകണോ, അല്ലെങ്കിൽ വേറെ ഏത് സ്ഥലത്ത് പോകണോ എന്ന് മനസ്സിലാക്കിയിട്ട് ടേക്ക് ദ ലിസ്റ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ province. Clear ayo? Yeah, sir. Then go to the program which are offered by that particular university for international students. International students ന് അവർ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാം ഏതാന്ന് നോക്കി മനസ്സിലാക്കണം. കിട്ടിയോ? Yes, sir. എന്നിട്ട് along with that you can search the possibility of getting scholarships and all. അങ്ങനെ നോക്കി വേണം നിങ്ങൾ പോവാനായിട്ട്. അല്ലാതെ വേഗം നിങ്ങളോട് ആരെങ്കിലും പറയാണ് നിങ്ങൾ വേഗം കാനഡയിൽ പൊക്കോ അല്ലെങ്കിൽ വേഗം ഓസ്ട്രേലിയയിൽ പൊക്കോ എന്ന് പറഞ്ഞ് കേട്ടപാടെ കേട്ട് കുറെ കാശ് ചെലവാക്കി അങ്ങോട്ട് പോവുകയല്ല വേണ്ടേ. മനസ്സിലായോ? നിങ്ങള് പുതിയ കാലാവസ്ഥ, പുതിയ മനുഷ്യര്, പുതിയ സംസ്കാരം, ന്യൂ ഫുഡ് ഹാബിറ്റ്സ്, സൂര്യൻ ഉദിക്കണത് അസ്തമിക്കണതിന് വരെ മാറ്റമുള്ള കാലം, ക്ലൈമറ്റ് ചേഞ്ചസ്, എവറിത്തിങ് ഈസ് ന്യൂ ടു യു. അപ്പോ അതിൽ നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കി വേണം നിങ്ങൾ എൻട്രി ചെയ്യാൻ. മനസ്സിലായോ? അപ്പോ നിങ്ങൾക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് കിട്ടും. യു ക്യാൻ ഓൾസോ സോട്ട് ദ ഹെൽപ്പ് ഓഫ് പ്രൊഫഷണൽസ് ഹു ആർ വർക്കിംഗ് ഇൻ ദിസ് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ഫെസിലിറ്റി സർവീസസ്. അങ്ങനെ പ്രൈവറ്റിലുണ്ട്. യു ക്യാൻ ഓൾസോ സീക്ക് ദ ഹെൽപ്പ് ഓഫ് ഗൈഡൻസ് ബ്യൂറോ. യൂണിവേഴ്സിറ്റി ഗൈഡൻസ് ബ്യൂറോയുടെ അന്വേഷിക്കാം. പിന്നെ പല ഏജൻസികൾ നടത്തുന്ന സെമിനാറുകൾ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ഗുഡ് ഐഡിയാസ്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. നെക്സ്റ്റ്. ഹലോ, ചാറ്റ് ബോക്സിൽ അടിക്കുക കേട്ടോ ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോ ഇനി നിങ്ങൾ ചോദിക്കുന്നില്ലെങ്കിൽ ഞാൻ ചാറ്റ് ബോക്സിൽ എന്റെ നമ്പർ ഇടാം. നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. 9446012165 9446012165.
ഈ നമ്പറിൽ എന്നെ വിളിച്ചാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ നിങ്ങളെ സഹായിക്കാം. സ്റ്റിൽ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, എക്കണോമിക്സ് പഠിക്കുന്നവർക്ക് ഇന്ത്യൻ എക്കണോമിക്സ് സാർ അതിൽ പറഞ്ഞതാണ്, മെൻഷൻ ചെയ്തതാണ്, എങ്കിലും ഒന്നുകൂടി അവർക്കത് ഇന്ത്യൻ എക്കണോമിക് സർവീസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേക്കുക. അതുപോലെ എക്കണോമിക്സ് നിങ്ങൾ MA എക്കണോമിക്സ് കഴിഞ്ഞ നിങ്ങൾക്ക് ഇന്ത്യൻ എക്കണോമിക് സർവീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധരായിട്ട് ഗവൺമെന്റിന്റെ മേഖലയിൽ നിയമിക്കപ്പെടുന്ന പോസ്റ്റാണ്. എല്ലാ വർഷവും ചിലപ്പോൾ അത് വിളിക്കാറില്ല, പക്ഷെ അതിന് വലിയ സാധ്യതയുണ്ട്. അങ്ങനെ ഈക്വൽ ടു സിവിൽ സർവീസ്. പക്ഷെ അവര് കളക്ടറായിട്ടും എന്താ പറയാ സെക്രട്ടറിമാരായിട്ടൊന്നും അല്ല വരിക. എക്കണോമിസ്റ്റുകളായിട്ട് സെൻട്രൽ ഗവൺമെന്റ് സർവീസുകളിലാണ് വരിക. വളരെ ഉയർന്ന പദവികളിലാണ് എത്തുക. അത് നല്ല സാധ്യതയാണ്. സാറ് ഓർമ്മപ്പെടുത്തിയത് നന്നായി. പക്ഷെ നിങ്ങൾ MA എക്കണോമിക്സ് കഴിഞ്ഞിട്ടേ അത് പറ്റൂ. അതുപോലെ സാർ PGക്ക് പഠിക്കുന്ന കുട്ടികളോടെ അവരോടൊന്ന് നെറ്റും അതുപോലെ റിസർച്ചും അത് ഒന്ന് റീറ്ററേറ്റ് ചെയ്ത് പറഞ്ഞോളൂ. പിന്നെ അത് മാത്രമല്ല സാറ്, ഭൂരിഭാഗം ഇപ്പൊ സോഷ്യൽ സയൻസിൽ തന്നെ ഹിസ്റ്ററി പോലുള്ള, സാർ കഴിഞ്ഞൊരു സ്ഥലത്ത് എടുത്തപ്പോ പറഞ്ഞതാണ്, ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്സ് പോലുള്ള സബ്ജക്ട്സില് നെറ്റ് ഉള്ളവര് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് റീറ്ററേറ്റ് ചെയ്ത് കുട്ടികളോടൊന്ന് പറയാം. ഇപ്പൊ നിങ്ങള് ഈ MA ഹിസ്റ്ററി, MA സോഷ്യോളജി, MA സൈക്കോളജി, MA ഫിലോസഫി, ഇങ്ങനെയൊക്കെയുള്ള പ്യുവർ സോഷ്യൽ സയൻസിലൊക്കെ കോളേജ് അധ്യാപകരുടെ പോസ്റ്റ് പോലും ഒഴിഞ്ഞു കിടക്കുക, ക്വാളിഫൈഡ് ആയിട്ടുള്ളവരില്ലാത്തതുകൊണ്ട്. അപ്പൊ നിങ്ങൾ MAക്ക് പോണ ആളുകളൊക്കെ നെറ്റ് എഴുതുക, JRF എഴുതുക, എങ്കിലേ നിങ്ങൾക്ക് ആ വഴിക്ക് വിജയിക്കാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തണം. PGക്ക് പോണവര് നിർബന്ധമായും നെറ്റ് എഴുതണം. ഇഷ്ടംപോലെ അവസരങ്ങൾ കിട്ടും. ഇഷ്ടംപോലെ അവസരങ്ങൾ. നമ്മുടെ കോളേജില് ഹിസ്റ്ററിയുടെ സബ് ഏതൊക്കെയാ? പൊളിറ്റിക്സോ. അപ്പൊ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസിൽ പോവാം അല്ലേ? ഒരുപാട് സാധ്യതയുള്ളതാണ് ഈ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ധാരാളമുണ്ട് ഹയർ എഡ്യൂക്കേഷൻ. പക്ഷെ എൻട്രൻസ് അങ്ങനെ കിട്ടുള്ളൂ. നിങ്ങളുടെ BAയുടെ മാർക്ക് വെച്ച് കിട്ടൂല. എൻട്രൻസ് എഴുതണമെങ്കിൽ എത്ര പെർസെന്റേജ് മാർക്ക് വേണം BAക്ക്? നോർമലി 50% ഓർ എബവ് എന്നാ പറയാറ്. നോർമലല്ല. സ്റ്റെഫി, ക്ലിയർ ആയോ? നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും 50% ഓർ എബവ് കാണൂല്ലേ? ഇല്ലേ? ഓക്കെ. സാറേ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കുട്ടികളെ ചോദിച്ചോളൂ. നിങ്ങൾക്കായിട്ട് സാറിന് നിങ്ങളെ പിന്നീട് വിളിച്ച് ബുദ്ധിമുട്ടിക്കാതെ തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഇപ്പൊ കോവിഡ് ഒക്കെ വന്നപ്പോ കുറെ പേര് പറയുന്നുണ്ട്, ഗവൺമെന്റ് മേഖലയിലാണോ കൂടുതൽ ജോലി സാധ്യതകൾ ഇനി വരാൻ പോകുന്നത്, അത് പ്രൈവറ്റ് മേഖലയിലായിരിക്കും കൂടുതൽ ജോലി സാധ്യതകൾ വരാൻ ചാൻസ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച്? നിങ്ങള് പർട്ടിക്കുലർലി വിത്ത് റിഗാർഡ്സ് ടു ഹിസ്റ്ററി ആണോ അതോ ജനറൽ ആയിട്ടാണോ ചോദിച്ചത്? ജനറൽ ആയിട്ടാണ് ചോദിച്ചത്. ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് more jobs are being created in private sector because government is leaving from the business activities. ഗവൺമെന്റ് അണ്ടർടേക്കിങ്ങുകളൊക്കെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഹലോ. അപ്പോ ഗവൺമെന്റ് ഈ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഗവൺമെന്റ് ഗവേണൻസ് ഒഴിച്ച് ബാക്കിയൊക്കെ ഗവൺമെന്റ് ലീവ് ചെയ്യാണ്. അപ്പൊ പ്രൈവറ്റ് മേഖലയിൽ ഇഷ്ടംപോലെ ജോബ് വരും.
ബട്ട് സ്റ്റിൽ യു റിമെമ്പർ ദാറ്റ് ഒരു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ ഒരുപാട് തസ്തികകളും സ്ഥാനങ്ങളും ഗവൺമെന്റിന്റെ കണ്ണെത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ ജീവനക്കാരുണ്ടായേ പറ്റുള്ളൂ. അപ്പോ ലോകത്ത് എപ്പോഴും എത്രയൊക്കെ പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകുമ്പോഴും ഗവൺമെന്റ് വിൽ ബി വൺ എമംഗ് ദ മേജർ എംപ്ലോയർ ഇൻ ദ വേൾഡ്. അതാത് രാജ്യത്തെ അതാത് ഗവൺമെന്റുകളായിരിക്കും ഏറ്റവും വലിയ എംപ്ലോയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോ ആനുവലി ഒരു സിംഗിൾ എംപ്ലോയർ എപ്പോഴും ഗവൺമെന്റിലായിരിക്കും. ദെൻ ജോബ് സെക്യൂരിറ്റി ഏറ്റവും കൂടുതൽ എപ്പോഴും ഗവൺമെന്റിലായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ റെമ്യൂണറേഷൻ ജനറൽ ആയിട്ട് പറഞ്ഞാൽ എപ്പോഴും ഗവൺമെന്റിലായിരിക്കും. ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒറ്റപ്പെട്ടവർക്കൊക്കെ പ്രൈവറ്റിൽ നല്ല സാലറിയും ഒക്കെ കാണും. അപ്പോൾ ജോബ് പ്രൈവറ്റിൽ പുതുതായിട്ട് ഒരുപാട് വരും. ഗവൺമെന്റിൽ കൺവെൻഷണൽ ആയിട്ടുള്ള പോസ്റ്റുകൾ അത് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ അത് പ്രൈവറ്റിനെ ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ, പറ്റുമോ? എസെൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ്സ്, റവന്യൂ കളക്ഷൻ, പോലീസിങ്, അങ്ങനെയുള്ള പബ്ലിക്, അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ, ഇതൊന്നും പ്രൈവറ്റിനെ അങ്ങനെ ഏൽപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോ അതൊക്കെ നിലനിൽക്കും, ആ മേഖലയിൽ ജോലി ഉണ്ടാവും. ബട്ട് കോമ്പറ്റീഷൻ ബിക്കം വെരി ഹൈ ഇൻ ഗവൺമെന്റ് ജോബ്സ്. അത് നിരന്തരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. സ്റ്റെഫി വളരെ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ ചോദിച്ച ആളാണ്. സ്റ്റെഫി ഇപ്പൊ ചോദിച്ചതും ഒരു നല്ല സംശയമാണ്. അപ്പോ നമ്മളുടെ ഈ IAS, IPS, IFS, IRS എഴുതുന്ന വ്യക്തികള് ഇപ്പൊ നമ്മളുടെ അവര് എഞ്ചിനീയറിംഗ് സ്ട്രീം കഴിഞ്ഞവരായിരിക്കാം, മെഡിക്കൽ സ്ട്രീം കഴിഞ്ഞവരായിരിക്കാം. അവരെല്ലാം അവരുടെ സ്ട്രീം ഉപേക്ഷിച്ചിട്ട് ആർട്സ് സബ്ജക്റ്റിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതായത് സോഷ്യോളജി, ജോഗ്രഫി, പൊളിറ്റിക്സ്, ഈ സബ്ജക്റ്റുകളിലേക്കാണ് അവർ പഠിക്കാൻ സെലക്ട് ചെയ്യുന്നത് കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട്. ആ സെലക്ഷൻ, അതിനെ കുറിച്ചൊന്ന് അവർക്കൊന്ന് പറയാം. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് യൂണിവേഴ്സിറ്റി, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അവരുടെ സബ്ജക്റ്റിന് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ആ ലിസ്റ്റില് ഇപ്പോ മെഡിക്കൽ, സയൻസ്, അതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ പാടുള്ള ഒരു കാര്യമായിരിക്കും. ഇന്റർനാഷണൽ ഒരുപാട് ബുക്കുകൾ റെഫർ ചെയ്യേണ്ടി വരും. അതൊക്കെ ഒഴിവാക്കാനും റീഡബിലിറ്റി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവര് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി, ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞു വന്നത്. അത് ഫോക്കസ്ഡ് ആയിട്ട് വേഗം വായിച്ചു പോകാം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ അതുകൊണ്ട് അവരിങ്ങനെ വരുന്നു. നമ്മുടെ കുട്ടികൾക്ക് അവര് തന്നെ അത് ഈ സിവിൽ സർവീസിലൊക്കെ പോവുകയാണെങ്കിൽ ഓൾറെഡി പഠിച്ച വിഷയങ്ങളാണ്, അവർക്ക് വളരെ എളുപ്പമായിട്ടൊക്കെ ചെയ്യാം. പക്ഷെ മറ്റ് ഡോക്ടേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ വന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ലൈബ്രറി ഫെസിലിറ്റീസ് ഒക്കെ കിട്ടുന്നത് നോക്കിയിട്ട് വരണതാണ് അവര്. സാറ് പറഞ്ഞത് ശരിയാണ്. ആർട്സ് സബ്ജക്റ്റിൽ നിന്ന് കുട്ടികള് അവരുടെ സബ്ജക്ട് പഠിച്ചിട്ട് പോലും അവർ അതിലേക്ക് എത്തിപ്പെടുന്നില്ല. മറ്റുള്ള സബ്ജക്ട് പഠിച്ചിട്ട് ഇവരുടെ സബ്ജക്ട് എടുത്ത് പഠിച്ചിട്ടാണ് അവർ അതിലേക്ക് എത്തുന്നത്. ദാറ്റ്സ് എ മാറ്റർ ഓഫ് കമ്മിറ്റ്മെന്റ് സാറേ. അത് കമ്മിറ്റ്മെന്റിന്റെ കാര്യമാണ്. നമ്മുടെ ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അവരെ ബീറ്റ് ചെയ്യാൻ ഈ ഡോക്ടർമാരോ ആയിട്ടുള്ളവരോ എഞ്ചിനീയർമാരായിട്ടോ വന്നവർക്ക് പറ്റില്ല. മനസ്സിലായോ? നമ്മുടെ കുട്ടികൾ ആ കമ്മിറ്റ്മെന്റിൽ അത് കാര്യങ്ങളെ കാണുന്നില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോ നമുക്ക് ഒരു ജീവൻ മരണ പോരാട്ടമായിട്ട് നമ്മളൊരു വിഷയത്തെ കണ്ട നമ്മൾ ഒരിക്കലും പഠിച്ചിട്ടില്ലാത്ത വിഷയം പഠിക്കൂലേ? അത്രേ ഉള്ളൂ. ഇവരുടെ വിഷയം മറ്റുള്ളവർ വന്ന് പഠിച്ച് അവരൊക്കെ വലിയ ആളുകളാവുന്നു. ഇവര് കോൺഫിഡൻസ് ഇല്ലാതെ ഇവിടെ തന്നെ ഇരിക്കുന്നു. അത് അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോ അവർക്ക് ഈ ഡോക്ടർമാർക്ക്, എഞ്ചിനീയർമാർക്ക് IAS ആവണം എന്ന് അവർക്ക് വാശിയുണ്ട്. അപ്പൊ അവര് വന്ന് അവർക്ക് പഠിക്കാൻ എളുപ്പത്തിൽ നോക്കി അവർ ഇവരുടെ ഈ വിഷയങ്ങളൊക്കെ എടുക്കും. അതാണ് അതിന്റെ ഉള്ളൊരു because of their passion and their commitment. അപ്പോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ, ഞാനിപ്പോ സിവിൽ സർവീസിന് അടുത്ത കൊല്ലം കോച്ചിങ്ങിന് ചേരാണ്. അപ്പൊ നമ്മള് വെറുതെ ആ കോച്ചിങ്ങിന് ആ വർഷം നമ്മൾ അതിന്റെ ഒപ്പം തന്നെ
PG ഞാൻ ഓപ്ഷണൽ സബ്ജക്ട് ഞാൻ എടുക്കുന്നത് ഹിസ്റ്ററിയാണ്. ഞാനൊരു ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയാണ്, BA ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയാണ്. പക്ഷെ ഞാൻ ഓപ്ഷണൽ സബ്ജക്ട് ഞാൻ എടുക്കുന്നത് ഹിസ്റ്ററിയാണ്. അപ്പൊ നമ്മൾ എന്തായാലും PG-നേക്കാളും കൂടുതൽ എന്തായാലും ഹിസ്റ്ററി നമ്മൾ പഠിക്കും. അപ്പൊ സിവിൽ സർവീസ് ചെയ്യുന്നതിന്റെ ഒപ്പം നമുക്ക് PG ചെയ്യുകയാണെങ്കിൽ യൂസ്ഫുൾ ആവോ, അതോ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നമുക്ക് സെറ്റ് ചെയ്യാം, അത് രണ്ടും ഇല്ലാത്ത അവസ്ഥയിലാണ് കൂടുതൽ വരാൻ ചാൻസ്? എന്തായിരിക്കും നല്ലൊരു ഇത്? നിങ്ങൾ സിവിൽ സർവീസിന് പോവുകയാണെങ്കിൽ, അതിന് ട്രെയിനിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ കേരള സിവിൽ സർവീസ് അക്കാദമിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള അത് കണ്ടിന്യൂസ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. കാരണം എല്ലാ ദിവസവും ഡേ ടൈമിൽ ക്ലാസ്സും പരിപാടി ആക്ടിവിറ്റീസ് ഉള്ള പ്രോഗ്രാമാണ് അതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അവിടെ പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു MA പോകാൻ പറ്റില്ല. പക്ഷെ യു ക്യാൻ ഡു ആസ് എ പ്രൈവറ്റ് സ്റ്റഡി ഓർ എ കറസ്പോണ്ടൻസ് പ്രോഗ്രാം. കറസ്പോണ്ടൻസ് ആയിട്ട് ചെയ്യാം, ഹിസ്റ്ററി ചെയ്യാം. ബട്ട് റിമെമ്പർ ദാറ്റ് നിങ്ങൾ ഏതിനാണോ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണേ അതേ വർക്ക് ചെയ്യുള്ളൂ. മനസ്സിലായോ? അതുപോലെ തന്നെ രണ്ട് കാര്യം ഒരേ സമയം വൃത്തിയായിട്ട് ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കൂല. ആയിരിക്കോ? അപ്പോ നിങ്ങള് സിവിൽ സർവീസ് നിങ്ങൾക്ക് സ്വപ്നമാണെന്ന് വിചാരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സ്വപ്നമാണ്, അത് നേടിയെടുക്കും എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി ഒന്നിനും എങ്ങും പോകരുത്. മനസ്സിലായോ? സിവിൽ സർവീസ് ട്രൈ ചെയ്യാൻ എന്ന് പറഞ്ഞു പോകരുത്, അത് നേടാൻ വേണ്ടിയേ പോവാവൂ. വ്യത്യാസം മനസ്സിലായോ? അപ്പോ അങ്ങനെ പോവുക, എന്തിനും പോണവർ അങ്ങനെ ചെയ്യുക, അപ്പോഴേ വിജയിക്കുള്ളൂ. അല്ലാതെ നമുക്കൊന്ന് പോയി നോക്കാം, 2 വർഷം ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് പോണവൻ ചിലപ്പോൾ ആ ട്രൈ കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വീട്ടിൽ പോരും. അത്രേ ഉണ്ടാവുള്ളൂ. അതുപോലെ കൂട്ടത്തിൽ ഞാൻ ഒരിക്കലും ആരോടും ഒന്നിൽ കൂടുതൽ കാര്യം ഒരേ സമയത്ത് ചെയ്യരുത് എന്ന് പറയണ ആളുടെ ഗുണത്തിൽപ്പെട്ട ആളാണ് ഞാൻ. ചിലർ പറയും രണ്ടും കൂടി പൊക്കോളാനൊക്കെ പറയും. ഇപ്പൊ ചില കുട്ടികൾ BCom വിത്ത് CA പോണ കാര്യം ചോദിക്കുന്നുണ്ട്. ഞാൻ അവരോട് പറയും, ഒരിക്കലും നിങ്ങൾ BCom വിത്ത് CAക്ക് പോകരുത്. ഒന്നുകിൽ BComന് പോവുക, അല്ലെങ്കിൽ CAക്ക് പോവുക. ഏതെങ്കിലും ഒന്നിനെ പോവാവൂ എന്ന് ഞാൻ പറയും. അതുപോലെയാണ് നിങ്ങൾ സിവിൽ സർവീസ് ആസ്പിരന്റ് ആണോ, നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് അത് ചെയ്യാം. യു വിൽ റീച്ച് സംവെയർ എൽസ്. എവിടെയാണെങ്കിലും നിങ്ങൾ എത്തും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ സാഹേ, എന്നാ നമുക്ക് ഇനി ആരും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് നിർത്താം. യെസ് സർ, യെസ് വൈൻഡ് അപ്പ് ചെയ്യാം സർ. ഓക്കെ. അപ്പോ ഇത്രയും നേരം ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരുന്ന എന്റെ വിദ്യാർത്ഥികളോട് ഒരു വാക്ക്, കുട്ടികൾ ആരെങ്കിലും ഒന്ന്, നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു ഈ പ്രോഗ്രാം? അത് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ കേട്ടാ കൊള്ളാം. കുട്ടികളുടെ ഫീഡ്ബാക്ക്. നിങ്ങൾ ഇത്ര നേരം കേട്ടിരുന്നതല്ലേ, നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടി ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട്? കോളേജ് ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ട് വാട്ട് ബെനിഫിറ്റ് യു? എന്റെ പേര് സ്റ്റെഫി. ഞങ്ങൾക്ക് കൊറോണ കാരണം ഞങ്ങൾക്ക് അധികം കരിയറായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ഒരു വർഷമായിട്ട് ഉണ്ടായിരുന്നു. PSC ക്ലാസ്സസ് ഉണ്ടായിരുന്നു. എന്നാലും ഈ ക്ലാസ്സസ് കണ്ടപ്പോൾ കൂടുതൽ ജോലി സാധ്യതയെ കുറിച്ച് അറിയാനും എല്ലാത്തിനും സഹായിച്ചു. പിന്നെ മാത്രല്ല, നമ്മള് ഇപ്പോ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ BA ഇംഗ്ലീഷ് ആണെങ്കിൽ അതിന് മാത്രല്ല, അതല്ലാണ്ട് പിന്നെയും കുറെ ജോലി സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോ ഞങ്ങൾക്കിത് വളരെയധികം യൂസ്ഫുൾ ആയി. ഇത്രയും ടൈമിൽ ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്ത സാറിന് താങ്ക് യു. ഓക്കെ, താങ്ക് യു സ്റ്റെഫി. ഓക്കെ, അതുപോലെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നുള്ളത് വേറെ ആരെങ്കിലും ഒക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കേൾക്കാൻ കൊള്ളാം. ഞങ്ങൾക്ക് ഇപ്പോ സാറൊക്കെ വെറുതെ ഇരുന്നിട്ടല്ല, സാറ് യൂണിവേഴ്സിറ്റിയിലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന ഒരു സാറാണ്. അവിടുത്തെ ഒരുപാട് ട്രെയിനിങ്, ഒരുപാട് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യും, ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളത്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ മറ്റുള്ളവരെ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ടീച്ചറുടെ അവസരം എന്താണ്? ടീച്ചർക്ക് ജോലിയുണ്ട്, ശമ്പളമുണ്ട്, സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. മോറോവർ അതിലൊക്കെ കൂടുതലായിട്ട് എന്താണ്, ദേ ഗെറ്റ് എ ചാൻസ് ടു മോൾഡ് ദി യങ് പീപ്പിൾ. കാരണം നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ അടുത്ത യങ് ജനറേഷന്റെ കയ്യിലാണ് ഇരിക്കുക. അപ്പൊ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരെ മോൾഡ് ചെയ്യാനും
ടീച്ചേഴ്സിന് ചാൻസ് കിട്ടുകയാണ്. അതുപോലെ ഒരു ചാൻസ് ആണ് ഈ ഗൈഡൻസ് ബ്യൂറോയ്ക്ക്. നമ്മുടെ സമൂഹത്തിലെ നെക്സ്റ്റ് ഫ്യൂച്ചർ ജനറേഷനിലുള്ള ആളുകൾക്ക് ഗൈഡൻസ് കൊടുക്കുക, അവരെ നല്ല പൗരന്മാരാക്കി വളർത്താനായിട്ട് സഹായിക്കുക. അതാണ് ഈ റെക്സാറിനൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയ സംതൃപ്തി. ഈ തിരക്കിനിടയിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ സാറിന് കിട്ടുന്ന ജോലിയോ സാലറിയോ അത് മാത്രമല്ല. അപ്പോൾ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്, if you get a chance to influence others, particularly if you get a chance to influence the young people, definitely changes will happen. ഒരുപാട് മാറ്റം ഉണ്ടാവും. പ്രത്യേകിച്ച് മാറ്റങ്ങളൊക്കെ യങ്സ്റ്റേഴ്സിൽ നിന്നാണ് വരിക. അപ്പോൾ ഒക്കെ നല്ല അഭിപ്രായങ്ങൾക്ക് റെക്സാറെ സ്റ്റെഫി പറഞ്ഞ കാര്യമൊക്കെ സാറിന് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു ഫോർ യുവർ ഗുഡ് വേർഡ്സ്. താങ്ക് യു ലിനറ്റ് മാഡം. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാലോ ഇനി? യെസ് സർ. ഓക്കെ. അപ്പോൾ ഞാൻ SH കോളേജിലേക്ക് ആദ്യമായിട്ട് അവിടെ ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം നടത്തുന്നതിനായിട്ട് വിളിച്ചപ്പം എനിക്ക് അവിടുത്തെ ലിബിൻ സാറിന്റെ ഫോൺ നമ്പറാണ് തന്നത്. ലിബിൻ സാർ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും, ഈ പ്രോഗ്രാമിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ലിബിൻ സാർ ജോയിൻ ചെയ്തിട്ടില്ല സർ. വേറൊരു ലിബിൻ സാർ മുഖാന്തരമാണ് ഞാൻ ലിനറ്റ് മാഡത്തിലേക്ക് എത്തിയത്. അവിടെ കരിയർ ഗൈഡൻസിന്റെ ചാർജ് ലിനറ്റ് മാഡത്തിനാന്ന് ലിബിൻ സാർ പറഞ്ഞു. അപ്പോൾ ഞാൻ ലിബിൻ സാറിനും ലിനറ്റ് മാഡത്തിനും ഉള്ള നന്ദി ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. പിന്നെ അത് മാത്രമല്ല, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത നിങ്ങളുടെ അവിടുത്തെ റവറൻഡ് സിസ്റ്റർ ഡോക്ടർ ഐറിൻ മാഡത്തെയും ഞാൻ സിസ്റ്ററിനെയും എന്റെ നന്ദി അറിയിക്കുകയാണ്. സിസ്റ്റർ നിങ്ങളെ എല്ലാവരെയും മുന്നിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷനെയൊക്കെ നിന്ന് നയിക്കുന്ന ഒരു വ്യക്തിയാണ്. മാഡം എപ്പോ വേണമെങ്കിലും നടത്തിക്കോ. മാഡത്തിന് എന്താ പ്രോഗ്രാം തിരക്കുകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും നമ്മളെ മാഡത്തിനെ കൂടി ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ഒന്നരക്കി ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ സിസ്റ്റർക്കുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ എനിക്ക് അടുത്തതായിട്ട് നന്ദി പറയാനുള്ളത് എന്റെ മുൻ ഗുരുനാഥനും അതുപോലെ തന്നെ എന്റെ മുൻ സഹപ്രവർത്തകനൊക്കെ ആയിട്ടിരുന്ന എന്റെ പോളച്ചൻ സാറിനോടാണ്. പോളച്ചൻ സാർ വളരെ നല്ലൊരു ക്ലാസ് SH കോളേജിന് വേണ്ടിയിട്ട് ഈ 3 മണിക്കൂർ നേരം നിങ്ങളായിട്ട് സംവദിച്ചു. 1.5 മണിക്കൂർ ആദ്യം തന്നെ സയൻസുകാരായിട്ട് സംവദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം ക്ഷമയോടെയും അതുപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ, വളരെ നല്ല സംശയങ്ങളാണ് കുട്ടികൾ ചോദിച്ചത്. എനിക്ക് അതൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. അപ്പോൾ അത് വളരെയധികം ഫ്രൂട്ട്ഫുൾ ആൻഡ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അതിന് പളച്ച സാറിനോട് ഞാൻ വളരെയധികം നന്ദി പറയുകയാണ്. പിന്നെ അതുപോലെ ഈ പ്രോഗ്രാമിന്റെ സ്വാഗതം ആശംസിച്ച ആ കുട്ടി അവർക്കും ഞാൻ നന്ദി പറയുകയാണ്. പിന്നീട് എന്റെ സഹപ്രവർത്തകരായ ജസ്റ്റിൻ, റെനീന, അജിത അവർക്കും ഉള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ അവിടെയുള്ള എല്ലാ അധ്യാപകരെയും നന്ദിയോടെ ഓർക്കുന്നു. പിന്നെ ഇതിനായിട്ട് ഇനി അവസാനം എന്ന് പറയാൻ പറ്റില്ല. ഈ പരിപാടിയുടെ പ്രായോജകർ നിങ്ങളായിരുന്നു, എൻ്റെ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളായിരുന്നു. ചാലക്കുടിയുടെയൊക്കെ പൊതുധാരയിലേക്ക് ഇനി വരേണ്ട കുട്ടികളാണ്. SH കോളേജ് എന്ന് പറഞ്ഞ ചാലക്കുടിയിലെ പൊതുധാരയിൽ അറിയപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഭാവിയിൽ SH കോളേജിന്റെ പെരുമ ഉയർത്തി കാണിക്കേണ്ട വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ സംഭാവന കോളേജിനും പൊതുസമൂഹത്തിനുമായിട്ട് നൽകുമെന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച എല്ലാ നന്മകൾ, എല്ലാ എന്തൊക്കെ ഞങ്ങളിൽ നിന്ന് നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചുവോ അതിനെല്ലാം ഞാൻ നിങ്ങൾക്കായിട്ട് നന്ദി പറയുകയാണ്. അപ്പോൾ പിന്നെ മാം നമുക്കത് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരോടായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you, both of you. Thank you, students.